കൊലോസ്യ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 12-13 വാക്യങ്ങൾ ഈ രാത്രിയിലെ ചിന്തയ്ക്ക് ആധാരമായി നമുക്ക് വായിക്കാം. കൊലോസ്യ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 12-13 വാക്യങ്ങൾ. നിങ്ങളിൽ ഒരുത്തനായി ക്രിസ്തു യേശുവിൻ്റെ ദാസനായ എപ്പഫ്രാസ് നിങ്ങളെ വന്ദനം ചെയ്യുന്നു. നിങ്ങൾ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരുമായി നിൽക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പോരാടുന്നു. 13 നിങ്ങൾക്കും ലവോദിക്യക്കാർക്കും ഹിയരപ്പൊലിക്കാർക്കും വേണ്ടി അവൻ വളരെ പ്രയാസപ്പെടുന്നു എന്നുള്ളതിന് ഞാൻ സാക്ഷി. മതി. നമുക്ക് വളരെ സുപരിചിതമായൊരു വേദഭാഗമാണ് ഈ രാത്രിയിലെ വിചിന്തനത്തിന് ആധാരമായി വായിച്ചു കേട്ടത്. ധന്യനായ പൗലോസ്ലീഹ കൊലോസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ ഒരു ദൈവ മനുഷ്യനെ പ്രശംസിച്ചുകൊണ്ട് അവരോട് പറയുന്ന കാര്യങ്ങളാണ് നാം വായിച്ചു കേട്ടത്. എപ്പഫ്രാസ് നിങ്ങളെ വന്ദനം, എല്ലാവരും ഒന്ന് രാമൻ പറഞ്ഞൊന്ന് വന്നേ, എന്തോ ഒരു അപരിചിതം പോലെ വന്ദനം ചെയ്യുന്നു. ആരാണ് ഈ എപ്പഫ്രാസ്? എപ്പഫ്രാസിനെ കുറിച്ച് എന്താണ് പൗലോസ് പറയുന്നത് എന്ന് ഒന്ന് ചിന്തിച്ചിട്ട് അടുത്ത ഭാഗത്തേക്ക് വരാം. ഈ കൊലോസ്യ സഭ പൗലോസിനാൽ സ്ഥാപിതമായ സഭയല്ല. കൊലോസ്യ പട്ടണത്തിൽ പൗലോസ് തൊട്ട് സുവിശേഷവുമായി പോയിട്ടുമില്ല. തെളിയിക്കാമേ. അപ്പോസ്തല പ്രവർത്തികളുടെ ഈ കൊലോസ്യ ലേഖനം തന്നെ ആദ്യം ഒന്ന് എടുക്കാം. 2-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം. കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 1-ാമത്തെ നിങ്ങൾക്കും ലവോദിക്കയിലുള്ളവർക്കും ജഡത്തിൽ എൻ്റെ മുഖം കണ്ടിട്ടില്ലാത്ത എല്ലാവർക്കും വേണ്ടി. മതി. നിങ്ങൾക്കും ലവോദിക്കയിലുള്ളവർക്കും ജഡത്തിൽ എൻ്റെ മുഖം കണ്ടിട്ടില്ലാത്ത എല്ലാവർക്കും വേണ്ടി. ഇപ്പം ലവോദിക്ക, ഹിയറിപ്പൊലിസ്, കൊലോസിയ ഈ 3 പട്ടണങ്ങൾ അടുത്തടുത്ത സ്ഥലങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ 3ഇടത്തും പൗലോസ് പോയിട്ടില്ല. അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾക്കും എന്ന് പറയുമ്പോൾ കൊലോസ്യക്കാർക്കും ലവോദിക്കയിലുള്ളവർക്കും ജഡത്തിൽ എൻ്റെ മുഖം കണ്ടിട്ടില്ലാത്ത എല്ലാവർക്കും. ഇപ്പം പൗലോസിനാൽ സ്ഥാപിതമായ സഭയല്ല കൊലോസ്യ സഭയെങ്കിൽ, അദ്ദേഹം സുവിശേഷ സന്ദർശനാർത്ഥം അവിടെ പോയിട്ടില്ലെങ്കിൽ കൊലോസ്യയിൽ എങ്ങനെയാണ് ഒരു സഭ ഉടലെടുത്തത്? അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം വായിക്കേണ്ട, ഞാൻ പറഞ്ഞു വിടാം. 19-ാം അധ്യായം. അവിടെ എഫെസോസിൽ ധന്യനായ പൗലോസ്ലീഹ കർത്താവിൻ്റെ വേല ചെയ്യുകയാണ്. അപ്പൊല്ലോസ് കൊരിന്തിലിരിക്കുമ്പോൾ പൗലോസ് ഉൾപ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ച് എഫെസോസിലെത്തി കുറച്ച് ശിഷ്യന്മാരെ കണ്ടു. അവരോട് ചോദിക്കുന്നു, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ? അവരുടെ മറുപടി, പരിശുദ്ധാത്മാവ് ഉണ്ടെന്നു പോലും ഞങ്ങൾ കേട്ടിട്ടില്ല. രക്ഷിക്കപ്പെടാത്തവരോടുള്ള ചോദ്യം, രക്ഷിക്കപ്പെട്ടോ? രക്ഷിക്കപ്പെട്ടവരോടുള്ള അടുത്ത ചോദ്യം, രക്ഷിക്കപ്പെട്ടിട്ട് വിശ്വാസ സ്നാനം സ്വീകരിച്ചോ? വിശ്വാസ സ്നാനം സ്വീകരിച്ചവരോടുള്ള അടുത്ത ചോദ്യം, വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ. അവരുടെ മറുപടി, പരിശുദ്ധാത്മാവ് ഉണ്ടെന്നു പോലും ഞങ്ങൾ. അത് പൗലോസിനെ ആശ്ചര്യപരതന്ത്രനാക്കി കളഞ്ഞു. പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഞങ്ങൾ കേട്ടിട്ട് പോലും ഇല്ലെന്നവർ പറയുമ്പോൾ പൗലോസിന് മനസ്സിലായി അവരുടെ സ്നാനത്തിനെന്തോ താളപ്പിഴയുണ്ട്. കാരണം ഒരാൾ ഒരിക്കലെങ്കിലും പരിശുദ്ധാത്മാവിനെ കുറിച്ച് കേൾക്കാൻ സാധ്യതയുള്ളൊരു മേഖലയാണ് സ്നാനം. ഞാൻ നിന്നെ പിതാവിൻ്റെയും, ഒന്ന് പറഞ്ഞേ, നിങ്ങളും കൂടെ ചേർന്നൊന്ന് പറഞ്ഞേ, പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ അവിടെ വെച്ചെങ്കിലും ആരെക്കുറിച്ച് കേൾക്കേണ്ടതാ? പരിശുദ്ധാത്മാവിനെ കുറിച്ച് കേൾക്കേണ്ടത്. അപ്പോൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഞങ്ങൾ കേട്ടിട്ട് പോലുമില്ലെന്ന് ചോദ്യം പറയുമ്പോൾ ശ്ലീഹായുടെ മറുചോദ്യം, അങ്ങനെങ്കിൽ നിങ്ങളുടെ സ്നാനം എന്ത്? അവർ പറയുന്നു, യോഹന്നാൻ്റെ മാനസാന്തര സ്നാനം. ഈ പുതിയ നിയമ സ്നാനത്തിലേക്ക് പൗലോസ് അവരെ നയിക്കുകയും അവരുടെ തലയിൽ കൈവച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചവർ പരിശുദ്ധാത്മാവ് നിറഞ്ഞു. അന്യഭാഷകളിൽ സംസാരിക്കുക മാത്രമല്ല, പ്രവചിക്കുകയും ചെയ്തു. ഒരു നല്ല ആമേനൊന്ന് പറയണം. 12 പേരും പ്രവചിച്ചു. ഒന്ന് വിശ്വാസത്താൽ സ്തോത്രം പറഞ്ഞൊന്ന് പറഞ്ഞു. കർത്താവെ, കൃപാവരങ്ങളിൽ ഒന്നായ പ്രവചന ശുശ്രൂഷ
ഒറ്റപ്പെട്ട തുരുത്തുകളായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ഈ ഉപവാസ പ്രാർത്ഥനയിൽ ആത്മാവിൽ പ്രവചിക്കുന്ന ഒരാത്മമണ്ഡലത്തിലേക്ക് സഭയായി ഞങ്ങളെ നയിക്കണമെന്ന് സ്തോത്രം ചെയ്ത് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന എത്ര പേര് ഇവിടെ വന്നിട്ടുണ്ട്? പ്രിയരെ, ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ആത്മാവിനെ കൊടുക്കുവാനും കൃപാവരങ്ങളുടെ പകർച്ചകൾ അയക്കാനും ദൈവം വിശ്വസ്തനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നോട് ചേർന്ന് ആമേൻ പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? അവിടെ ഒത്തിരി ആശയങ്ങളിലേക്കൊന്ന് പോയാൽ കൊള്ളാമെന്നുണ്ട്, പക്ഷെ ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. എങ്കിലും പരിശുദ്ധാത്മാവ് ഒരു ചിന്ത എന്നോട് എനിക്ക് തരുന്നതുകൊണ്ട് അങ്ങ് പറയാം. എനിക്ക് ഈ ബൈബിൾ അങ്ങനെ ദൈവാത്മാവ് അങ്ങനെ വചനത്തിൻ്റെ ദൂത് തരുന്ന അങ്ങനെ അങ്ങ് പോകുന്ന എനിക്ക് ഇഷ്ടം. അതുകൊണ്ട് ഒരിക്കൽ മോശ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, ഈ ജനത്തെ എല്ലാം കൂടെ വഹിച്ചുകൊണ്ട് നടക്കണമെന്ന് എന്നെ അങ്ങനോട് പറഞ്ഞില്ലേ? അങ്ങനെ ഇവരെ ചുമന്നുകൊണ്ട് നടക്കാൻ ഞാൻ ഇവരെ പ്രസവിച്ചോ? ഞാൻ പ്രസവിച്ചൊന്നുമില്ലല്ലോ. അതുകൊണ്ട് എനിക്ക് ഇവരെ ഇനി വഹിച്ചുകൊണ്ട് പോകാൻ നിവൃത്തിയില്ല. എന്നെക്കൊണ്ട് നടക്കുകയില്ല. എന്നെക്കൊണ്ട് നടക്കുകയില്ലെന്ന് മാത്രമല്ല, അങ്ങനെ ഇനി മുന്നോട്ട് പോകാൻ പറയുന്ന പക്ഷം എന്നെ അങ്ങ് കൊന്നു കളഞ്ഞേരും. നല്ല ആമേനെന്ന് പറയും. ദൈവം മോശയെ ഒന്ന് തിരുത്താൻ തീരുമാനിച്ചപ്പോൾ എന്താ അദ്ദേഹത്തോട് പറഞ്ഞെന്നറിയാം? ഒരു കാര്യം ചെയ്യും, നിനക്ക് ഒറ്റയ്ക്ക് വായിക്കാൻ പറ്റില്ലെന്നല്ലേ പറഞ്ഞു, നിനക്ക് പ്രയാസമെന്നല്ലേ പറഞ്ഞു. ഒരു കാര്യം ചെയ്യും, നിനക്കറിയാവുന്ന മൂപ്പന്മാരുണ്ടല്ലോ, അവരെ കൊണ്ടുവരണം. അവരെ കൊണ്ടുവന്നിട്ട് സമാഗമന കൂടാരത്തിൽ കൂട്ടിവരുത്തണം. ഞാൻ നിന്റെ ആത്മാവിൽ കുറെയെടുത്ത് അവർക്ക് കൊടുക്കാൻ പോവാം. എന്നെ ഇരുത്തി ചിന്തിപ്പിച്ചൊരു ഭാഗമാണ്. ഞാൻ എൻ്റെ ആത്മാവിനാൽ അവരെ നിറയ്ക്കുമെന്നല്ല, ഒന്ന് സ്വോത്രം ചെയ്ത് വരണേ, നിന്റെ ആത്മാവിൽ കുറെയെടുത്ത് അവർക്ക് കൊടുക്കാൻ പോവാ. അങ്ങനെ അവരെ കൂട്ടിവരുത്തി. 2 പേരവിടെ വന്നില്ല, അവർ പാളയത്തില. ബാക്കി എല്ലാവരും അവിടെ വന്നു. ദൈവം മോശയുടെ ആത്മാവിൽ കുറെയെടുത്ത് അവർക്ക് കൊടുത്തു. അവർ പ്രവചിക്കാൻ തുടങ്ങി. 2 അവന്മാർ പാളയത്തിൽ കിടന്നു പ്രവചിക്കുകയാണ്. എണ്ണപ്പെട്ടവരുടെ കൂട്ടത്തിൽ അവരുണ്ട്, സമാഗമന കൂടാരത്തിൽ അവർ വന്നിട്ടില്ല, അവരവിടെ കിടന്ന് പ്രവചിക്കുകയാണ്. പക്ഷേ മോശയ്ക്കൊരു വിശ്വസ്ത ശുശ്രൂഷകനുണ്ട്, പേര് യോശുവ എന്നാ. യോശുവ വന്നിട്ട് മോശയോട് പറയുകയാണ്, യജമാനനെ അവരെ വിലക്കണമേ, അവരെ പ്രവചിക്കാൻ അനുവദിക്കരുതേ. ഉടനെ മോശ പറയുകയാണ്, യോശുവയുടെ ചിന്ത എന്താ അറിയോ? എൻ്റെ യജമാനൻ മാത്രം പ്രവചിച്ചാൽ മതി, വേറെ ആരും പ്രവചിക്കേണ്ട. പക്ഷേ മോശ പറയുകയാണ്, യോശുവേ, നീ എന്നെക്കുറിച്ച് അസൂയപ്പെടുന്നുവോ? എന്നെ ചൊല്ലി അസൂയപ്പെടുന്നുവോ? ഇസ്രായേൽ ഗ്രഹം മുഴുവനും പ്രവാചകന്മാരും പ്രവാചകിമാരും ആയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഇന്ന് പകൽ ഇതിനകത്തിരുന്ന് സ്തോത്രം ചെയ്ത് രാത്രി പറ, കർത്താവേ, ഞങ്ങളുടെ സഭയ്ക്കകത്ത് എൻ്റെ ശുശ്രൂഷകരെ, എൻ്റെ കർത്താവേ, എൻ്റെ കൂട്ടുവിശ്വാസിയെ കൃപാവരങ്ങളാൽ നിറയപ്പെട്ട് മറ്റൊരു കൃപാവരങ്ങൾ ഉള്ളവരെ അന്യ സ്ഥലങ്ങളിൽ നിന്ന് വിളിച്ചു വരുത്തേണ്ടി വരികയല്ല. ഇതിനകത്തുള്ളവർ കൃപാവരങ്ങളെ കൊണ്ട് തമ്മിൽ ശുശ്രൂഷിക്കുന്ന ഒരാത്മമണ്ഡലത്തിലേക്ക് ഞങ്ങളെ കൊണ്ടെത്തിക്കണമെന്ന് ഇന്ന് മകൾ സ്തോത്രം ചെയ്ത് ദൈവത്തോട് പറയാൻ മനസ്സുള്ളവരുടെ കര ഞാൻ ഒന്നുകൂടെ കാണട്ടെ. ആ കരവും ശബ്ദവും ഉയർത്തി ദൈവത്തിന് നന്ദി പറയാ. അവിടെ ഒരാശയം കൊണ്ട് ഞാൻ പറയുക, പുതിയ ആത്മാവിനെ കൊടുത്തവർ പ്രവചിക്കുകയല്ല, മോശയുടെ ആത്മാവിൽ കുറെയെടുത്ത് കൊടുത്തെന്ന്. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? മോശയെ ഒന്ന് തിരുത്താനാ. മോശെ, നീ എന്നാ പറഞ്ഞ? നീ ചുമന്നുകൊണ്ട് നടക്കുക എന്നോ? നിന്നെ കൊണ്ട് കഴിയത്തില്ലെന്നോ? നീ ചുമന്നാൽ എത്ര നാൾ ചുമക്കും? നീ നടത്തിയാൽ എത്ര നാൾ നടത്തും? നിന്നെ കൊണ്ടൊന്നും നടക്കുകയില്ല. നീ വെറും മനുഷ്യനാ. പക്ഷെ നിന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം എത്ര വലുതാണെന്ന് എനിക്കറിയാം. ആ ഉത്തരവാദിത്വം നിന്നെ കൊണ്ട് നിവർത്തിക്കാൻ എൻ്റെ ആത്മാവിനെ നിന്റെ മേൽ തന്ന് എൻ്റെ ആത്മാവ് നിന്നെ കൊണ്ടത് ചെയ്യിപ്പിക്കുകയാണ്. കൃപ ലഭിച്ച ദൈവമക്കളോട് ഞാൻ വിളിച്ചു പറയാം, നമ്മുടെ കഴിവല്ല, നമ്മുടെ മിടുക്കല്ല, ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ കരുണ നമ്മോട് കൂടെ ഇരുന്ന് നമ്മെ പ്രയോജനപ്പെടുത്തുകയാണ്. പറഞ്ഞു തീരാത്ത ദാനം നിമിത്തം ദൈവത്തിന് സ്തോത്രമെന്ന് പറഞ്ഞ് എൻ്റെ കർത്താവിന് നന്ദി പറയാൻ ഒരു മനസ്സ് നമുക്കുണ്ടാകട്ടെ. വിഷയത്തിലേക്ക് മടങ്ങി വരാം. 12 പേരും പ്രവചിച്ചു. ഈ യഹൂദ സിനഗോഗിൽ പൗലോസ് കർത്താവിൻ്റെ വചനം പ്രസംഗിച്ചുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. പക്ഷെ ശക്തമായ എതിരുണ്ടായപ്പോൾ 3 മാസം കഴിഞ്ഞപ്പോൾ ആ പള്ളിയിലെ പ്രഭാഷണം നിർത്തിയിട്ട്
തുറന്നോസിൻ്റെ പാഠശാലയിലേക്ക് മിനിസ്ട്രി മാറ്റി. ആ വചന പഠനം 2 വർഷത്തോളം നീണ്ടു. അതിനെക്കുറിച്ച് ഇങ്ങനെയാണ് വായിക്കുന്നത്: ആസിയിലെങ്ങുമുള്ള യഹൂദന്മാരും യവനന്മാരും ദൈവവചനം കേൾപ്പാൻ അതു മുഖാന്തരം ഇടവന്നു. കാരണം എഫെസോസ് ഒരു വ്യാപാര കേന്ദ്രമാണ്. ധാരാളം ആവശ്യങ്ങൾക്ക് വേണ്ടി ആസിയ പ്രൊവിൻസിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കടന്നു വന്നവർക്ക് തുറന്നോസിൻ്റെ പാഠശാലയിലെ ദൈവവചനം പഠിക്കാൻ അവസരമൊരുങ്ങപ്പെടുകയും അങ്ങനെ അനേകർ വിശ്വസിക്കുക മാത്രമല്ല, ആസിയിലെങ്ങും ദൈവത്തിൻ്റെ വചനം പ്രബലപ്പെട്ടു. ശ്രദ്ധിക്കുക, അങ്ങനെ ഈ തുറന്നോസിൻ്റെ പാഠശാലയിൽ വന്ന് ദൈവവചനം കേട്ട് രക്ഷിക്കപ്പെട്ട ആളാണ് എപ്പഫ്രാസ്. എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്തിട്ടുണ്ട് വരണം. ആ എപ്പഫ്രാസ് കൊലോസിയ പട്ടണക്കാരനാണ്. ഒന്നുകൂടെ പറയാം, ആ എപ്പഫ്രാസ് ആരാണ്? കൊലോസിയ പട്ടണക്കാരനാണ്. കൊലോസിയിൽ സഭ സ്ഥാപിതമായത് എപ്പഫ്രാസിനാലാണ്. എടുക്കാം, 1-ാം അധ്യായം അതിൻ്റെ 5 മുതലുള്ള വാക്യങ്ങൾ വായിച്ചോളൂ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആ സുവിശേഷം സർവ്വലോകത്തിലും എന്ന പോലെ നിങ്ങളുടെ അടുക്കലും എത്തി. നിങ്ങൾ ദൈവകൃപയെ യഥാർത്ഥമായി കേട്ടറിഞ്ഞ നാൾ മുതൽ നിങ്ങളുടെ ഇടയിൽ എന്ന പോലെ സർവ്വലോകത്തിലും ഫലം കായ്ച്ചും വർദ്ധിച്ചും വരുന്നു. ഇങ്ങനെ നിങ്ങൾ ഞങ്ങളുടെ പ്രിയ സഹഭൃത്യനായ എപ്പഫ്രാസിനോട് പഠിച്ചിട്ടുണ്ടല്ലോ. അടുത്തത്, അവൻ നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തുവിന്റെ വിശ്വസ്ത ശുശ്രൂഷകനും നിങ്ങൾക്ക് ആത്മാവിനാലുള്ള സ്നേഹം ഞങ്ങളോട് അറിയിച്ചവനുമാകുന്നു. കൊലോസ്യ ലേഖനം 4:12 എന്താ വായിച്ചത്? നിങ്ങളിൽ ഒരുവനായി, അല്ലേ? അങ്ങനല്ലേ ഇവിടെ വായിച്ചേ? നിങ്ങളിൽ ഒരുവനായി ക്രിസ്തുയേശുവിന്റെ ദാസനായ, നിങ്ങളിൽ ഒരുവനായി ക്രിസ്തുയേശുവിന്റെ ദാസനായ എപ്പഫ്രാസ്. അപ്പൊ എപ്പഫ്രാസ് എവിടത്തുകാരനാ? നിങ്ങൾ എന്നോട് വരുന്നില്ല, കൊലോസ്യ പട്ടണക്കാരനാണ്. എഫെസോസിൽ നടന്ന വചന പഠനത്തിൽ അദ്ദേഹം പോയി സംബന്ധിക്കുകയും അവിടെ വെച്ച് കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുകയും ചെയ്ത് കൊലോസിയിലെത്തി. കൊലോസിയിലും ലവോദിക്കയിലും ഹീറപ്പോലീസിലും അദ്ദേഹം മുഖാന്തരം സഭകൾ ഉടലെടുത്തു. സഭകൾ ഉടലെടുത്തെന്ന് മാത്രമല്ല, കൊലോസ്യ സഭയുടെ ശുശ്രൂഷകനായി ആര് മാറി? എപ്പഫ്രാസ് മാറി. അതുകൊണ്ടാണ് വായിക്കുന്നത്, എപ്പഫ്രാസ് നിങ്ങളുടെ ശുശ്രൂഷകനാണ്. അതുമാത്രമല്ല, അദ്ദേഹത്തിൽ നിന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഇപ്പൊ കൊലോസ്യ സഭയുടെ സ്ഥാപകനും ആ സഭയുടെ ശുശ്രൂഷകനും അവരെ ദൈവവചനം പഠിപ്പിച്ച അനുഗ്രഹീത ദൈവ മനുഷ്യനുമാണ് എപ്പഫ്രാസ്. ഈ കൊലോസ്യ സഭ സ്ഥാപിതമായി ചില നാളുകൾ കഴിഞ്ഞപ്പോൾ വലിയൊരു പ്രതിസന്ധി അവർ അഭിമുഖീകരിച്ചു. അത് വേറൊന്നുമല്ല, യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തിനെതിരെ ശക്തമായ വാദഗതികളുണ്ടായി. ദുരുപദേശത്തിൻ്റെ കൊടുങ്കാറ്റുകളുണ്ടായി. അതിൻ്റെ ഒരു പരിധിവരെയുള്ള സ്വാധീനം കൊലോസ്യ സഭയ്ക്കകത്തുമുണ്ടായി. ദൈവമക്കളിൽ ചിലർ ആശയക്കുഴപ്പത്തിലായി. പൗലോസ് ആ സമയത്ത് 1200 മൈലുകൾക്കപ്പുറത്ത് റോമിൽ വീട്ടുതടങ്കലിലാണ്. ഈ സഭ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികൾക്ക് പരിഹാരം കണ്ടെത്താൻ ആ സഭയുടെ ശുശ്രൂഷകനായ എപ്പഫ്രാസ് 1200 മൈലുകൾക്കപ്പുറത്തുള്ള റോമിൽ പൗലോസിൻ്റെ അടുക്കൽ വീട്ടുതടങ്കലിലെത്തി. എന്നിട്ട് ആ ദൈവസഭ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികളെ സംബന്ധിച്ച് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തിയപ്പോൾ അതിന് മറുപടിയായി യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം എന്ന വിഷയത്തെ വളരെ മനോഹരമായി തെളിയിച്ചെഴുതിയിരിക്കുന്ന ലേഖനമാണ് കൊലോസ്യ ലേഖനം. അങ്ങനെ അവരുടെ വർത്തമാനകാല പ്രതിസന്ധിക്ക് ചോദ്യങ്ങൾക്ക് മറുപടി എന്ന വണ്ണം ലേഖനം എഴുതുമ്പോൾ ആ സഭയുടെ ശുശ്രൂഷകനെ പ്രശംസിച്ചുകൊണ്ട്
ശ്ലീഹ കുറിക്കുന്ന വാക്കുകളാണ് കൊലോസ്യ ലേഖനം 4:12 നമ്മൾ വായിച്ചത്. എന്താണ് ആ വാക്യം? ഒന്നുകൂടെ ഒന്ന് വായിച്ചിട്ട് ആ ഭാഗത്തേക്ക് വരാം. നിങ്ങളിൽ ഒരുത്തനായി ക്രിസ്തുയേശുവിന്റെ ദാസനായ എപ്പഫ്രാസ് നിങ്ങളെ വന്ദനം ചെയ്യുന്നു. ഒരു നിമിഷം എന്നെ ഒന്ന് നോക്കിക്കേ. എന്താ അങ്ങനെ പറയാൻ കാരണം? ഈ ലേഖനം പൗലോസ് എഴുതുമ്പോൾ ആ സഭയുടെ ശുശ്രൂഷകൻ ഇപ്പോൾ എവിടെയാണ്? വരുന്നില്ല, റോമിലാണ്. കൊലോസിയിൽ നിന്ന് 1200 മൈലുകൾക്കപ്പുറത്ത് പൗലോസിനോടൊരുമിച്ച് അദ്ദേഹം റോമിൽ സമയം ചെലവഴിക്കുകയാണ്. അപ്പോൾ അവരോട് പറയുകയാണ്, നിങ്ങളുടെ സഭയുടെ ശുശ്രൂഷകൻ നിങ്ങളെ വന്ദനം ചെയ്യുന്നു. അടുത്തത്, നിങ്ങൾ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയവുമുള്ളവരുമായി നിൽക്കേണ്ടുന്നതിന് അവൻ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പോരാടുന്നു. സ്തോത്രം. അവരുടെ ശുശ്രൂഷകനെ പ്രശംസിച്ചുകൊണ്ട് പൗലോസ് പറയുകയാണ്, നിങ്ങളുടെ സഭയുടെ അധ്യക്ഷനെ ചില ആഴ്ചകളായി അടുത്തു പരിചയപ്പെടാൻ എനിക്ക് അവസരം കിട്ടി. അദ്ദേഹം ഉജ്ജ്വലനായൊരു പ്രഭാഷകനാണെന്നല്ല പറയുന്നത്, അദ്ദേഹം ഒരു നല്ല വേദാധ്യാപകനുമാണെന്നല്ല വിശേഷിപ്പിക്കുന്നത്. അതിനപ്പുറത്ത് പറയുകയാണ്, അദ്ദേഹം ഒരു പ്രാർത്ഥനാ മനുഷ്യനാണ്. അവിടുത്തെ പ്രയോഗം കണ്ടോ? നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥനയിൽ പോരാടുന്നു. നിങ്ങൾക്കും ലവോദിക്കയിലുള്ളവർക്കും ഹിയറപ്പുലിക്കാർക്കും വേണ്ടി അദ്ദേഹം എത്രമാത്രം പ്രയാസപ്പെടുന്നു എന്നതിന് ഞാൻ സാക്ഷി. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന ആദരജൽപ്പനമല്ല, അദ്ദേഹം എന്തെങ്കിലും ചെയ്തു എന്ന് വരുത്തി തീർക്കുകയുമല്ല. അടുത്തിടപഴകിയപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, അദ്ദേഹം ഒരു ആത്മാർത്ഥതയുള്ള പ്രാർത്ഥനാ മനുഷ്യനാണ്. ഈ ഉപവാസ പ്രാർത്ഥനയുടെ 12ാമത്തെ രാത്രി ദൈവത്തോട് ആത്മാർത്ഥമായി സ്തോത്രം ചെയ്തു പറ, കർത്താവേ, എൻ്റെ ആത്മീക ജീവിതവും എൻ്റെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളും ദൈവമേ വരുത്തി തീർക്കലുകൾക്കപ്പുറത്ത് ഹൃദയങ്ങളെയും അന്തരിന്ദ്രങ്ങളെയും ശോധന ചെയ്യുന്ന, ഞങ്ങളുടെ നിരൂപണങ്ങളെ ദൂരത്തു നിന്ന് ഗ്രഹിക്കുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ തിരുമുൻപാകെ ദൈവത്തിനു സ്തോത്രം ഉത്തമമായിരിക്കാൻ കൃപ തരണമെന്ന് ആത്മാർത്ഥമായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്ന എത്ര പേർ ഇതിനകത്ത് വന്നിട്ടുണ്ട്? അവരുടെ കരമുയർത്തി ഒരിക്കൽ കൂടി ഈ രാത്രി ദൈവത്തെ സ്തുതിക്കാം. പകലിന് വിപരീതമായി ലൈവ് പോകുന്നത് കൊണ്ട് എനിക്ക് ഒത്തിരി കാര്യങ്ങൾ തുറന്നു പറയാൻ പറ്റില്ല. എങ്കിലും എൻ്റെ പരിമിതമായ സാഹചര്യത്തിൻ്റെ ഉള്ളിൽ നിന്ന് ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ പോവുകയാണ്. എന്നോട് പിണങ്ങരുത്. ഹൃദയത്തിൻ്റെ വേദന ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ്. ഇന്ന് നമ്മുടെ പെന്തക്കോസ്ത് സമൂഹം ഒരു വലിയ ദുരന്ത മുനയിലാണ്, ഒരു വലിയ തകർച്ചയുടെ വക്കിലാണ്. ആത്മാർത്ഥതകൾ ഉള്ളവർ കുറയുകയാണ്. സ്വാർത്ഥ താല്പര്യങ്ങൾ, ഹിഡൻ അജണ്ടകൾ നമ്മുടെ ഇടയിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ ദുരന്ത മുഖത്ത് നിന്ന് രക്ഷപ്പെടാൻ ദൈവം ആഗ്രഹിക്കുന്ന പദ്ധതികൾ തിരുസഭയിലൂടെ മണ്ണിൽ നിവർത്തിക്കപ്പെടാൻ ആത്മാർത്ഥതയുള്ളവരെ ദൈവം അന്വേഷിക്കുകയാണ്. ഹൃദയശുദ്ധിയുള്ളവരെ ദൈവം അന്വേഷിക്കുകയാണ്. ആത്മീക കാപഠ്യങ്ങളല്ല, അഭിനയങ്ങളല്ല, അധരം കൊണ്ട് ദൈവത്തെ ബഹുമാനിക്കുകയല്ല, ഹൃദയം കൊണ്ട് ദൈവത്തെ ബഹുമാനിക്കുന്ന, ഹൃദയപൂർവ്വം ദൈവത്തെ അനുസരിക്കുന്ന ദൈവിക പദ്ധതിക്ക് വേണ്ടി നിവരെ നിൽക്കാൻ ആത്മാർത്ഥതയുള്ള ചിലരെ ദൈവാത്മാവ് അന്വേഷിക്കുന്നു. ആ കൂട്ടത്തിൽ എന്നെ ഉൾപ്പെടുത്തണമെന്ന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്ന എത്ര പേർ ഇവിടെയുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ചില ചിന്തകൾ ആത്മാർത്ഥതയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ ആ ദൈവപ്രവൃത്തി വെളിപ്പെടുക. 2-3 ഉദാഹരണങ്ങൾ പറഞ്ഞു വരാം. 1 ശമൂവേലിന്റെ പുസ്തകം വായിക്കേണ്ട. 1 ശമൂവേലിന്റെ പുസ്തകം 9-ാം അധ്യായം. കീഷിന്റെ കുറച്ച് കഴുതകൾ കാണാതെ പോയി. ഉടനെ തൻ്റെ മകൻ ശൗലിനോട് പറയുന്നു, കഴുതകൾ കാണാതെ പോയി, നീ തേടി പിടിച്ചുകൊണ്ട് വരണം. ശൗല് കഴുതകളെ അന്വേഷിച്ച് പോയപ്പോൾ അപ്പം പറഞ്ഞു, ഒരു ഭൃത്യനെ കൊണ്ട് കൂട്ടത്തിൽ കൂട്ടിക്കോളാൻ പറഞ്ഞു. അവനെ ഇന്ന് രാത്രി നിങ്ങൾക്ക് ആദ്യമായിട്ടൊന്ന് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ആ ഭൃത്യനുമായി ശൗല് പോകുകയാണ്. പോയി
എഫ്രയീം മലനാട്, ശാലീഷ ദേശം, ബെന്യാമീൻ ദേശങ്ങൾ, കഴുത പോകാൻ സാധ്യതയുള്ള ദേശങ്ങളെല്ലാം അരിച്ചു പെറുക്കി. ഒരു നല്ല ആമേനൊന്ന് പറയണം എന്നോട്. ദിവസം 3 പിന്നീട് ഞാൻ തെളിയിക്കാം. ദിവസം സൂഫ് ദേശത്തെത്തി, അവിടെയും കഴുതയില്ല. ഉടനെ ഈ ശൗല് പറയുകയാണ്, നമുക്ക് മടങ്ങിപ്പോകാം. കാരണം ഇപ്പൊ കഴുതയെക്കുറിച്ചുള്ള ചിന്ത അപ്പന് നഷ്ടപ്പെട്ടിട്ട് നമ്മളെക്കുറിച്ചുള്ള വേദന കൊണ്ട് അപ്പൻ നീറുകയായിരിക്കും. അതുകൊണ്ട് അപ്പനെ വേദനിപ്പിക്കേണ്ട, നമുക്ക് മടങ്ങിപ്പോകാം. അപ്പോൾ നിങ്ങൾ അറിയണം, കൊണ്ടുവന്ന ആഹാരം വരെ തീർന്നു. നിങ്ങൾ ആ ഭാഗം വീട്ടിൽ ചെന്ന് മനസ്സിരുത്തി ഒന്ന് വായിച്ചാൽ ദൈവപുരുഷൻ്റെ കാര്യം ഇദ്ദേഹം പറയുന്നുണ്ട്. ആരെ? ഈ ഭൃത്യൻ. അപ്പോൾ ഈ ശൗല് പറയുന്നുണ്ട്, അവന് കൊടുക്കാൻ ഒരു അട പോലും നമ്മുടെ കയ്യിലില്ലെന്ന്. ഇത്രയും അലയേണ്ടി വരുമെന്ന് ആര് വിചാരിച്ചില്ല? ശൗല് വിചാരിച്ചില്ല. പെട്ടെന്ന് കാര്യം സാധിക്കുമെന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ 3 ദിവസം അലഞ്ഞു തിരിഞ്ഞിട്ടും കഴുതകളെ കണ്ടില്ല. തിരിച്ചു വീട്ടിലേക്ക് പോകാമെന്ന് ഉടമസ്ഥനാ പറയുന്നത്. ഞാനാണ് പറഞ്ഞതിന്, ഞാനത് നേരത്തെ പറയാനിരുന്നതാ. എല്ലാവരും എൻ്റെ അടുത്ത് വരണേ. ഞാനത് നേരത്തെ അങ്ങനെ പറഞ്ഞാൽ താങ്കൾ എന്തോ ചിന്തിക്കുന്നുകൊണ്ടാണ് ഞാൻ മിണ്ടാതിരുന്നത്. എത്ര ദിവസമായി ഈ കഴുത പോയപ്പോട്ടെ, ഇനി എത്ര കഴുത വാങ്ങിക്കാനുള്ള പണം അപ്പൻ്റെ കയ്യിലുണ്ട്, നമുക്ക് തിരിച്ചു പോകാം, അതാ നല്ലതെന്ന് ഞാനാണ് പറഞ്ഞേനെ. പക്ഷേ ആ ഭൃത്യൻ ശൗലിനോട് പറയുകയാണ്, തിരിച്ചു പോകണ്ട, ഇവിടെ ഒരു ദൈവപുരുഷനുണ്ട്, അവൻ പറയുന്നതെല്ലാം ഒത്തു വരുന്നുണ്ട്. നമുക്ക് ആ ദൈവമനുഷ്യൻ്റെ അടുക്കൽ പോയി ചോദിക്കാം, കഴുതകൾ എവിടെ ഉണ്ടെന്ന് നമുക്കത് കണ്ടെത്താം. ഉടനെ ശൗല് പറയുകയാണ്, അദ്ദേഹത്തിന് കൊടുക്കാൻ എൻ്റെ കയ്യിൽ ഒന്നുമില്ല, നമ്മുടെ പക്കൽ ഒരു അട പോലുമില്ല. ഉടനെ ഇവൻ പറയും, എൻ്റെ പക്കൽ കാശേക്കൽ വെള്ളിയുണ്ട്. ഒരു നല്ല ആമേനൊന്ന് പറയണേ. എൻ്റെ കയ്യിൽ കാശേക്കൽ വെള്ളിയുണ്ട്, നമുക്കത് അദ്ദേഹത്തിന് കൊടുക്കാം. ഇന്ന് രാത്രി ഞാനൊരു കാര്യം നിങ്ങളോട് പറയുകയാണ്. ശൗലിൻ്റെ തലയിൽ രാജകീയ അഭിഷേകം വീണത് കൂടെ നടന്ന ഭൃത്യൻ്റെ ആത്മാർത്ഥത കൊണ്ടാണ്. കൃപ ലഭിച്ച ദൈവമക്കൾ ആത്മാർത്ഥമായി സ്തോത്രം ചെയ്ത് ഇന്ന് രാത്രി ഇതിനകത്തിരുന്ന് പറ, കർത്താവേ, ഞാൻ മുഖാന്തരം അനേകർ അനുഗ്രഹിക്കപ്പെടാൻ, വിടുവിക്കപ്പെടാൻ, എൻ്റെ ആത്മാർത്ഥത നിമിത്തം ചിലർ പരിശുദ്ധാത്മ നിറവ് പ്രാപിക്കാൻ, ചിലർ ആത്മ നിറവിലേക്ക് വരാൻ, ചിലർ കൃപാവരങ്ങൾ പ്രാപിക്കാൻ, എൻ്റെ ആത്മാർത്ഥത നിമിത്തം ചില കുടുംബങ്ങൾ വിടുവിക്കപ്പെടാൻ, സഭ വളരപ്പെടാൻ കൃപ തരണമെന്ന് ആത്മാർത്ഥമായി ദൈവത്തോട് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്ന എത്ര പേർ ഈ രാത്രി ഇതിനകത്ത് വന്നിട്ടുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പൊ ദൈവ മനുഷ്യനെ കുറിച്ച് പറഞ്ഞതും, ദൈവ മനുഷ്യന്റെ അടുക്കൽ ചെല്ലുമ്പോൾ തൻ്റെ പോക്കറ്റിലുള്ള കാകപ്പാടെ കാക്കാശ് വെള്ളിയേ ഉള്ളൂ, അല്ലേ? കാശേക്കൽ വെള്ളി മാത്രമേ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ. അത് ഞാൻ കൊടുക്കാം. ഒന്നുകൂടെ പറയാം, കഴുത യജമാനന്റെ കഴുതയാ നഷ്ടപ്പെട്ടതെന്ന ചിന്തയിലല്ല ആ ഭൃത്യൻ ഇടപെടുന്നത്. തൻ്റെ യജമാനൻ്റെ നഷ്ടം തൻ്റെ നഷ്ടമായി ഏറ്റെടുത്ത് ആ ആത്മാർത്ഥതയിലാണ് ശൗലിൻ്റെ മേൽ ശൗൽ ആ ശമൂവേലിൻ്റെ ഭവനത്തിലെത്തുന്നതും അവൻ്റെ മേൽ രാജകീയ അഭിഷേകം വീഴുന്നതെങ്കിൽ ഇന്ന് പകൽ സ്തോത്രം ചെയ്ത് പറ, ദൈവമേ, ഈ ഉപവാസ പ്രാർത്ഥനയിൽ സ്വാർത്ഥതകൾ ഞങ്ങളിൽ നിന്നും മാറ്റി ശരിയായ ഒരു ആത്മാർത്ഥതയിലേക്ക് ഞങ്ങളെ നയിക്കണമേ എന്ന് ഹൃദയപൂർവ്വം ദൈവത്തോട് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്ന എത്ര പേര് ഇവിടെ? യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അതങ്ങനെ സംഭവിക്കട്ടെ. രണ്ടാമത്തെ ഒരു ഉദാഹരണത്തിലേക്ക് പോവാം. ഈ ഇസ്രായേൽ ദേശത്ത് ഒരു ചെറിയ പെൺകുട്ടി ഉണ്ടായിരുന്നു. അവളെ അങ്ങനെ തന്നെയാണ് തിരുവെഴുത്ത് പറഞ്ഞത്, ചെറിയൊരു. ആരാം രാജാവിൻ്റെ സൈന്യാധിപൻ നയമാൻ പരാക്രമശാലിയാണെങ്കിലും കുഷ്ഠരോഗിയാണ്. ആ കുഷ്ഠരോഗിയായ മനുഷ്യൻ യെരൂശലേമിനെ ആക്രമിച്ച്
ജനത്തെ അടിമത്തത്തിലേക്ക് കൊണ്ടുപോയപ്പോൾ ആ കൂട്ടത്തിൽ ഈ ചെറിയ പെൺകുട്ടിയെ പിടിച്ച് തൻ്റെ വീട്ടിൽ കൊണ്ടുപോയി. തൻ്റെ ഭാര്യയ്ക്ക് ശുശ്രൂഷ ചെയ്യുകയാണ് ഈ ചെറിയ പെൺകുട്ടി. അങ്ങനെ ഇരിക്കെ അവൾ ഒരിക്കൽ യജമാനത്തിയോട് പറഞ്ഞു, എൻ്റെ യജമാനൻ ഇസ്രായേൽ ദേശത്തൊന്ന് പോയിരുന്നെങ്കിൽ അവിടെ ഞങ്ങൾക്കൊരു പ്രവാചകനുണ്ട്, ഏലീശ. അദ്ദേഹത്തിൻ്റെ കുഷ്ഠം മാറ്റിക്കൊടുക്കുമായിരുന്നു. ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിച്ചോട്ടെ, കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്, വേറെ ആരാണെങ്കിലും അവിടെ പെറുപെറുപ്പോടല്ലേ ജീവിക്കുകയുള്ളൂ, അല്ലേ? ദൈവത്തോടും പെറുപെറുക്കും, മനുഷ്യരോടും പൊട്ടിത്തെറിക്കും. ദൈവമേ, ഈ എട്ടും പൊട്ടും തിരിയാത്ത സമയത്ത്, ചെറിയ ബാലകയായിരിക്കുന്ന ഈ കാലത്ത് ഇസ്രായേൽ ദേശത്തെ ആക്രമിച്ച് എന്നെ ഇവിടെ അടിമയായി കൊണ്ടുവന്ന് ഈ വീട്ടിലിട്ടിരിക്കുകയാണ്. ദൈവമേ, ഞാൻ എന്തു പാപം ചെയ്തിട്ടാണ് എനിക്ക് ഗതികേട് വന്നത്? എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് ദൈവത്തോട് പിറുപിറുത്ത് മനുഷ്യനോട് പൊട്ടിത്തെറിച്ച് ജീവിതം വേണമെങ്കിൽ അവൾക്ക് മുൻപോട്ട് കൊണ്ടുപോകാമായിരുന്നു. പക്ഷെ അവളുടെ ജീവിതത്തിൽ ഒരു ഉറപ്പുണ്ട്, ദൈവം അറിയാതെയും ദൈവം അനുവദിക്കാതെയും എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ലെന്നും സംഭവിക്കുന്നതിൻ്റെ ഒക്കെ പിറകിൽ തിന്മയ്ക്കല്ല നന്മയ്ക്ക് എൻ്റെ ദൈവത്തിന് നിശ്ചയമായും ഒരു പദ്ധതിയുണ്ടെന്നും തിരിച്ചറിയാനുള്ള വിവേകം അവർക്കുണ്ടായിരുന്നു. ഇന്ന് രാത്രി ഞാൻ ദൈവമക്കളോട് പറയാം, നമ്മുടെ ജീവിതത്തിൽ ദൈവം അറിയാതെയും ദൈവം അനുവദിക്കാതെയും ഒന്നും സംഭവിക്കുന്നില്ല. സംഭവിക്കുന്നതിൻ്റെ ഒക്കെ പിൻപിൽ തിന്മയ്ക്കല്ല നന്മയ്ക്ക് ദൈവത്തിന് നിശ്ചയമായും ഒരു പദ്ധതിയുണ്ട്. അത് തിന്മയ്ക്കല്ല നന്മയ്ക്കാണെന്നറിയാൻ അല്പസമയമെടുത്തെന്ന് വരാം. അല്പസമയമെടുത്താലും അത് വ്യക്തമാക്കാൻ ദൈവം വിശ്വസ്തൻ. എന്നെ അതിനേക്കാൾ ത്രസിപ്പിച്ചൊരാശയം, ഇവള് ചെന്ന് ഈ നയമാനോട് പറയുകയാണ്, നമ്മുടെ വീട്ടിലെ ചെറിയ പെൺകുട്ടി പറഞ്ഞു ഇസ്രായേലിൽ പോയാൽ സൗഖ്യം വരുമെന്ന്. ഒരു നല്ല ആമേനൊന്ന് പറഞ്ഞു. അപ്പം അവൾ പറഞ്ഞ കാര്യം മുഖവിലക്കെടുക്കണമെങ്കിൽ നിസ്സാര കാര്യമല്ല കേട്ടോ, കുഷ്ഠരോഗം മാറുന്ന കാര്യമാണ്. ചെറിയ പെൺകുട്ടിയാണെങ്കിലും അവൾ പറഞ്ഞ കാര്യത്തിന് അത്ര സ്വീകാര്യത ആ വീട്ടിലുണ്ടായിരുന്നു. അതിൻ്റെ അർത്ഥം അവളുടെ ജീവിതം കൊണ്ട് അവൾ പറയുന്നതിൻ്റെ അകത്ത് കഴമ്പുണ്ടെന്ന് ആ വീട്ടുകാർക്ക് മനസ്സിലാകത്തക്ക നിലയിൽ നല്ല സാക്ഷ്യമുള്ളൊരു ജീവിതം നയിക്കാൻ കർത്താവിൻ്റെ കരുണയാൽ അവൾക്ക് ഇടവന്നു. ഇന്ന് പകർന്ന് സ്തോത്രം ചെയ്ത് പറഞ്ഞേ, കർത്താവേ, സമൂഹത്തെ സ്വാധീനിക്കാൻ കഴിയുന്ന, ഞാനായിരിക്കുന്ന ചുറ്റുപാടുകളെ സ്വാധീനിക്കാൻ കഴിയുന്ന, എൻ്റെ വാക്കുകൾക്ക് വില കൽപ്പിക്കുന്ന നിലയിലേക്ക് എൻ്റെ സഹപ്രവർത്തകരെ എത്തിക്കാൻ കഴിയുന്ന നിലയിൽ ഒരു കരുത്തുറ്റ ആത്മീക ജീവിതം നയിക്കാൻ എനിക്ക് കൃപ തരണം യേശുവിൻ്റെ നാമത്തിൽ. ഇന്ന് രാത്രി ഞാൻ പ്രവചിച്ചു പറയുകയാണ്, നിങ്ങളുടെ അധരങ്ങളിലൂടെ പുറപ്പെടുന്നതിൻ്റെ അകത്ത് ആധികാരികതയുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് ആ വാക്കിലൂടെ ചില മഹാദൈവ പ്രവർത്തികൾ വെളിപ്പെടുത്തത്തക്ക നിലയിൽ ചില ദൈവിക ഇടപെടൽ നടക്കുമെന്ന് പോസ്റ്റില്ലാത്ത ദൈവം വചനത്തിന്റെ പ്രവചന ദൂത് ഈ രാത്രി ഇതിനകത്ത് കൈമാറുന്നു. വിശ്വാസത്താൽ ആമേൻ പറയാൻ എത്ര പേർക്ക് ഈ രാത്രി മനസ്സുണ്ട്? 3 പേരെ ഞാൻ അവിടെ പരിചയപ്പെടുത്തുക. അപ്പൊ ഇവളുടെ ആത്മാർത്ഥത ഉണ്ടോ? ഞാനെങ്ങാനും വരുന്ന വീട്ടിലെങ്കിൽ ആ വീടിനെ ശപിച്ച് അല്ലേ? പലപ്പോഴും നമുക്ക് ശിഷ്യന്മാരുടെ ആത്മാവാ. ശബരിയിലേക്ക് പോകാൻ നേരത്ത് വിലക്കിയപ്പോൾ അവർ പറഞ്ഞു, കർത്താവെ കത്തിച്ച് കളഞ്ഞേക്കാം. ഞാനാണെങ്കിൽ നിനക്ക് ഇത്രയും വന്നാൽ പോരാ, ചെറിയ പെൺകുട്ടിയായി എന്നെ എൻ്റെ മാതാപിതാക്കൾക്കൊപ്പം വിടാതെ ഈ പ്രായത്തിൽ എന്നെ ഇവിടെ കൊണ്ടുവന്ന് എൻ്റെ ഭാവിയെ നശിപ്പിച്ച നിനക്ക് കുഷ്ഠമല്ല വരേണ്ടത്, ഇത്രേ വന്നുള്ളല്ലോ അല്ലേ? പക്ഷെ അവൾ ആ വീട്ടിലിരിക്കുമ്പോഴും അടിമപ്പെൺകുട്ടിയായി കഴിയുമ്പോഴും അദ്ദേഹത്തിൻ്റെ സൗഖ്യം,
അവളുടെ ആത്മാർത്ഥതയാണ് അതിൻ്റെ പിന്നിൽ. ഇന്ന് രാത്രി ഞാൻ ദൈവമക്കളോട് വിളിച്ചു പറയുകയാണ്, പിറുപിറുക്കരുത് കേട്ടോ, മനുഷ്യരെ വെറുക്കരുത് കേട്ടോ. നമുക്കെന്ത് ദോഷം ചെയ്യുന്നവരാണെങ്കിൽ പോലും അവർ രക്ഷിക്കപ്പെടണമെന്നും അവർ അനുഗ്രഹിക്കപ്പെടണമെന്നും ഒരാത്മാർത്ഥമായ ആഗ്രഹം നമ്മിൽ ഉണ്ടാകട്ടെ. അങ്ങനെ ആത്മാർത്ഥതയിൽ നിന്ന് അവരെ ഒന്ന് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കാനുള്ള ഹൃദയം തരണമെന്ന് ദൈവത്തോട് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്ന എത്ര പേര് ഈ രാത്രി ഇതിനകത്ത് വന്നിട്ടുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നയമാൻ പോവുക. ഇനി അടുത്ത കാര്യം പറയാം. നയമാൻ പോവുക. നയമാൻ പോകുന്ന സമയത്ത് എങ്ങനെ പോകുന്നറിയാം? 6000 ശേക്കൽ പൊന്ന്, 10 താലന്ത് വെള്ളി, 10 കൂട്ടം വിശേഷ വസ്തുക്കൾ, ഇതൊക്കെ ആയിട്ടാണ് നയമാൻ പോകുന്നത്. ആരാൻ രാജാവ് ഒരു എഴുത്തും കൂടെ കൊടുത്തു വിട്ടായിരുന്നു. ഈ എഴുത്തുമായി വരുന്ന എൻ്റെ സൈന്യാധിപൻ നയമാനെ സൗഖ്യമാക്കണം. ഇസ്രായേൽ രാജാവ് കത്ത് വായിച്ചു കഴിഞ്ഞപ്പോൾ വസ്ത്രം കീറി. അവൻ അടുത്ത യുദ്ധത്തിനുള്ള കാരണം അന്വേഷിക്കുകയാണ്. എന്തെങ്കിലും ഒരു കാര്യം വേണ്ടേ? അപ്പം ഇതുവരെ മാറാത്ത കുഷ്ഠം ഞാൻ മാറ്റിക്കൊടുക്കണമെന്ന് പറഞ്ഞ് അടുത്ത കത്ത് തന്നിരിക്കുകയാണ്. അവൻ വസ്ത്രം കീറി. രാജാവ് വസ്ത്രം കീറിയെന്ന് ഏലീശ അറിഞ്ഞപ്പോൾ രാജാവിനോട് ചോദിച്ചു, കാരണം എന്താ? അപ്പോൾ പറഞ്ഞു, ഇന്നതാ കാരണം, അവനെ എൻ്റെ അടുക്കിലേക്ക് വിട്ടേക്കാൻ പറഞ്ഞു. നയമാൻ അവിടെ ചെല്ലുമ്പോൾ നയമാൻ വിചാരിച്ചത് അകത്തുനിന്ന് പുറത്തോട്ട് വന്ന് ഹൃദ്യമായൊരു സ്വീകരണമൊക്കെ കൊടുത്ത് അന്തരീക്ഷത്തിലേക്ക് കൈവീശി സൗഖ്യം കൊടുക്കുമെന്നാണ് ആര് വിചാരിച്ചത്? എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്തിട്ട് വരണേ. നയമാൻ വിചാരിച്ചു. പക്ഷേ ഏലീശ പുറത്തു പോലും വന്നില്ല. അകത്തിരുന്ന് പറഞ്ഞു, യോർദാനിൽ പോയി 7 പ്രാവശ്യം മുങ്ങിക്കോളാൻ പറഞ്ഞു. ഇവൻ കോപക്രാന്തനായി തിരിച്ചു പോകാൻ തുടങ്ങിയാണ്. എൻ്റെ നാട്ടിലുള്ള അർബാനയും പർപ്പരും പോലുള്ള തെളിഞ്ഞ വെള്ളമുള്ളപ്പോൾ യോർദാനെ പോലെ കലക്ക വെള്ളത്തിൽ പോയി മുങ്ങേണ്ട ഗതികേട് എനിക്കില്ല, അല്ലേ? ഇവൻ ഇങ്ങനെ ക്രുദ്ധിച്ചു പോകാൻ തുടങ്ങുമ്പോൾ കൂടെയുള്ളവർ ചൊവ്വുള്ളവരായിരുന്നു. ഒരു നല്ല ആമേനൊന്ന് പറയണേ. നയമാൻ്റെ വീട്ടിൽ ആത്മാർത്ഥതയുള്ളൊരു ഇസ്രായേലിയ പെൺകുട്ടി, ആ കൂട്ടത്തിൽ വന്നവരും ആത്മാർത്ഥതയുള്ളവരായിരുന്നു. അയ്യോ, വന്നവരിങ്ങനെ പ്രസാദിപ്പിക്കാൻ വന്നവരായിരുന്നേ പറഞ്ഞേ, എൻ്റെ പൊന്ന് യജമാനനെ, അവനൊരഹങ്കാരിയ, അവനെ നോക്കി വെച്ചേക്കണം. അടുത്ത യുദ്ധത്തിൽ ആദ്യത്തെ വെട്ട അവനിട്ടായിരിക്കണം, അല്ലേ? ഇതൊക്കെ പറഞ്ഞു വേണമെങ്കിൽ നയമാൻ്റെ പ്രീതി സമ്പാദിക്കാമായിരുന്നു. പക്ഷെ കൂടെ വന്നവർ പറഞ്ഞേക്കണേ, യജമാനനെ 6000 ശേക്കൽ പൊന്നുമായിട്ടല്ലേ വന്നേ, 10 താലന്ത് വെള്ളിയായിട്ടല്ലേ വന്നേ, 10 കൂട്ടം വിശേഷ വസ്ത്രങ്ങളും ഇല്ലായിരുന്നോ? അതൊന്നും മേടിക്കാൻ അങ്ങേര് വന്നില്ലല്ലോ. ഒരു നല്ല ആമേനൊന്ന് പറഞ്ഞല്ലോ. അദ്ദേഹത്തിൻ്റെ കണ്ണ് ആ സ്വർണത്തേലും വെള്ളിയേലും വസ്ത്രത്തേലും ഒന്നും ഉടക്കിയില്ലല്ലോ. വേറൊരു കാര്യം പറഞ്ഞില്ലല്ലോ. യോർദാനിൽ പോയി 7 പ്രാവശ്യം മുങ്ങാനല്ലേ പറഞ്ഞുള്ളൂ. എൻ്റെ യജമാനനെ, അങ്ങനെ മുങ്ങിയാൽ ആ രോഗം സൗഖ്യമാകുമെങ്കിൽ ഒന്ന് പരിശ്രമിച്ചുകൂടെ? നയമാൻ സൗഖ്യമായത് കൂടെ നടന്നവർ ആത്മാർത്ഥതയുള്ളവരായിരുന്നത് കൊണ്ടാണ്. ഇന്ന് രാത്രി ഒന്ന് സ്തോത്രം ചെയ്ത് പറ, കർത്താവേ, എൻ്റെ ആത്മാർത്ഥത കൊണ്ട് ചിലർ സൗഖ്യമാകുന്ന, ചിലർ രക്ഷിക്കപ്പെടുന്ന, ചിലരിൽ മേൽ ദൈവപ്രവൃത്തി വെളിപ്പെടുന്ന ഒരു ദൈവിക മാധ്യമമാക്കി എന്നെ മാറ്റണമെന്ന് സ്തോത്രം ചെയ്ത് പറയാൻ മനസ്സുള്ള എത്ര പേരുണ്ട്? അവരെ കരമടിച്ച് അധരം തുറന്ന് അല്പനിമിഷം ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഈ രാത്രി ഈ ഉപവാസ പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മാവ് അത് നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. എന്തോ പരിശുദ്ധാത്മാവ് അവിടെ നിൽക്കാനൊരു നിയോഗം എനിക്ക് തരുന്നത് കൊണ്ട്. ആത്മാർത്ഥത ഇല്ലാത്തവരെ കൂട്ടത്തിൽ കൂടിയാൽ ചക്കരവാക്കും മുഖസ്തുതിയും മാത്രം പറഞ്ഞ്
നമ്മെ സന്തോഷിപ്പിക്കുന്നവരാണ് കൂടെയുള്ളതെങ്കിൽ നമ്മൾ തകർച്ചയിൽ എത്തും നിശ്ചയം. ഒരു നല്ല ആമേനെന്ന് പറഞ്ഞ്. എന്നാൽ ആത്മാർത്ഥതയുള്ളവർ കൂടെ ഉണ്ടെങ്കിൽ നാം അനുഗ്രഹിക്കപ്പെടും. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി സ്തോത്രം ചെയ്ത ദൈവത്തോട് പറ, കർത്താവേ, ആത്മാർത്ഥത എനിക്ക് തരണമേ, ആത്മാർത്ഥത എനിക്ക് തരണമേ. ഹൃദയം കൊണ്ട് മറ്റുള്ളവരെ സ്നേഹിക്കുന്ന, കരുതുന്ന ഒരു ദൈവിക മനുഷ്യനാക്കി എന്നെ മാറ്റണമേ. കരമുയർത്തി അങ്ങനെ ദൈവത്തോട് പറയുന്ന എത്ര പേര് ഈ രാത്രി ഇവിടെ ഉണ്ട്? കൂടെ ഉള്ളവർ ആത്മാർത്ഥത ഇല്ലാത്തവരായി പോയതുകൊണ്ട് തകർന്നൊരു മനുഷ്യനെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ തരാം. എസ്തേറിൻ്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോഴേ എല്ലാവരും എന്നോട് വരണേ. ആ രാജ്യത്തിലെ അഹശ്വേരോശ് രാജാവ്, അദ്ദേഹം വലിയൊരു വിരുന്നൊരുക്കി. നാട്ടുകാർക്കെല്ലാം വിരുന്ന് കൊടുത്തു. പ്രത്യേക ചില നാളുകൾ ഭൃത്യന്മാർക്ക്, മന്ത്രിമാർക്ക് വേണ്ടി മാത്രം. ഞാൻ ആ ഭാഗമൊക്കെ വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ വഴികൾ ഓർത്ത് സ്തോത്രം പറയാറുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിനൊരാഗ്രഹം, തൻ്റെ ഭാര്യ വസ്തി എത്ര സുന്ദരിയാണെന്ന് വന്നവർക്കെല്ലാം ബോധ്യപ്പെടണം. അതുകൊണ്ട് ആ വിരുന്നിലേക്ക് രാജ്ഞിയെ കൂടെ വിളിച്ചു. ഉടനെ രാജ്ഞി പറഞ്ഞു, ഞാൻ വരില്ല. എല്ലാവരും എന്നോട് വരണേ. ഉടനെ കൂടെയുള്ളവരോട് ഇദ്ദേഹം ചോദിക്കുകയാണ്, ഞാൻ എന്നാ ചെയ്യേണ്ടെന്ന്. എല്ലാവരും എന്നോട് വരുന്നുണ്ടോ? ആരുടെ കാര്യം? സ്വന്തം വീട്ടിലെ കാര്യം എന്നാ ചെയ്യണമെന്ന് നാട്ടുകാരോട് ചോദിക്കുക. വിനയത്തോടൊരു കാര്യം ഞാൻ പറയാം, പറയേണ്ടത് മാത്രമേ പറയാവൂ. എല്ലാവരോടും എല്ലാം പറയരുത്. സ്തോത്രം. പറയേണ്ടത് മാത്രമേ പറയാവൂ. നമ്മുടെ വീടിൻ്റെ 4 ചുവരിനകത്ത് നമ്മൾ പറഞ്ഞു തീർക്കേണ്ടത് നമ്മൾ തന്നെ പറഞ്ഞു തീർക്കണം. അത് നാട്ടുകാർക്ക് തട്ടിക്കളിക്കാൻ ഇട്ടു കൊടുക്കരുത്. എത്ര പേർക്ക് എന്നോട് ചേർന്ന് ആമേൻ പറയാൻ മനസ്സുണ്ട്? ദൈവത്തിന് സ്തോത്രം. അദ്ദേഹം കൂടെയുള്ളവരോട് ചോദിക്കുകയാണ്, ഞാൻ എന്തോ ചെയ്യണം? സത്യം പറയാം, കൂടെയുള്ളവർ ആത്മാർത്ഥതയുള്ളവരായിരുന്നെങ്കിൽ എന്നാ പറയണ്ടേ? എൻ്റെ പൊന്ന് രാജാവ്, ഇത്രയും നല്ലൊരു ഭാര്യയെ കിട്ടി, അങ്ങെന്തോ ഭാഗ്യവാനാ അല്ലേ? അങ്ങനല്ലേ പറയണ്ടേ? കാരണം നമ്മളെല്ലാം കുടിച്ച് മത്തരായിരിക്കും. അങ്ങോട്ട് വിരോധമുള്ളത് കൊണ്ടല്ല, കളം ശരിയല്ലാത്തത് കൊണ്ടാണ് വരാത്ത. ഒന്ന് സ്വോത്രം പറ. അങ്ങയെ ധിക്കരിച്ചത് കൊണ്ടല്ല, ഇവിടെ വരാൻ പറ്റുന്ന ഒരു പരിതസ്ഥിതി അല്ലാത്തത് കൊണ്ടാണ് ആ മഹിളാരത്നം ഒഴിഞ്ഞു മാറിയത്. ഇത്രയും വിവേകമുള്ളൊരു സ്ത്രീയെ ഭാര്യയായി കിട്ടി അങ്ങ് എന്തൊരു ഭാഗ്യവാനാണെന്ന് പറയണ്ടവന്മാര്. എല്ലാവരും സ്തോത്രം ചെയ്തു പറയാണ്, എൻ്റെ പൊന്ന് രാജാവ്, ഇത് ഞങ്ങൾക്കും കൂടെ നാണക്കേടായി പോയി. നാളെ ഞങ്ങളുടെ വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കുമ്പോൾ ഭാര്യയോട് അനുസരിക്കാൻ പറയുമ്പം പറയും, പിന്നെ രാജാവിൻ്റെ ഭാര്യ പോലും അനുസരിക്കുന്നില്ല, പിന്നല്ലേ ഞാൻ. ഇത് ഞങ്ങൾക്കും കൂടെ നാണക്കേടായിപ്പോയി. ആ കുടുംബം തകർത്തത്. എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്ത് വരണേ. അതിനകത്ത് ദൈവിക കാര്യപരിപാടി ഉണ്ട്. ആ വിഷയത്തിലേക്ക് ഇന്ന് രാത്രി ഞാൻ വരുന്നില്ല. എങ്കിലും ഒരു പ്രബോധനമായിട്ട് ഞാൻ പറയുകയാണ്. ആ കുടുംബം വഴിയാധാരമായി പോയത്, ആ കുടുംബം തകർത്തത് കൂടെ നടന്നവർ ആത്മാർത്ഥതയില്ലാത്തവരായി പോയതുകൊണ്ടാണ്. ഇന്ന് രാത്രി ഞാൻ സ്തോത്രം ചെയ്ത് പറയാം, ആരും നമ്മൾ മുഖാന്തരം തകരരുത്. ഒരു കുടുംബവും തകരരുത്. ഒരു ബന്ധങ്ങളും വിച്ഛേദിക്കപ്പെടരുത്. നാം മുഖാന്തരം ആരുടെയും കണ്ണും നനയരുത്. ആരുടെയും ഹൃദയം വേദനിക്കരുത്. മറ്റുള്ളവർക്ക് നാം ഒരു അനുഗ്രഹമായിരിക്കാൻ, നാം മുഖാന്തരം മറ്റുള്ളവർ ബന്ധങ്ങൾ ഊഷ്മളമാക്കാൻ, അവരുടെ ദൈവകൃപയിൽ ശക്തിപ്പെടാൻ, അവർ ആത്മീകമായി വളരാൻ, അവരെല്ലാ നിലകളിലും അനുഗ്രഹിക്കപ്പെടാൻ കൃപ തരണമെന്ന് സ്തോത്രം ചെയ്ത് ഈ രാത്രി പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്? അവരുടെ കരഞ്ഞൻ ഒന്നുകൂടെ കാണട്ടെ. കരവും ശബ്ദവും ഉയർത്തി ദൈവത്തിന് നന്ദി പറയാ. 2-3 ആശയം കൂടെ അവിടെ പറയും കേട്ടോ. എന്താ പരിശുദ്ധാത്മാവ് ഇങ്ങനെ എന്നെ അതുകൊണ്ട് കോർത്തിണക്കുക. ആത്മാർത്ഥത എവിടെയുണ്ടോ അവിടെയാ ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്. ഒരിക്കലും മാറാത്ത കുഷ്ഠം നയമാനെ വിട്ടു മാറിയത്
ആ ചെറിയ പെൺകുട്ടിയുടെ ആത്മാർത്ഥതയാണെങ്കിൽ, കൂടെ നടന്നവരുടെ ആത്മാർത്ഥതയാണെങ്കിൽ, പെന്തക്കോസ്തിനോട് ഞാൻ വിളിച്ചു പറയുന്നു, ഈ ഉപവാസ പ്രാർത്ഥനയുടെ 12ാമത്തെ രാത്രി ഈ സഭയോട് ഞാൻ പ്രവചിച്ചു പറയുന്നു, ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുമെങ്കിൽ, ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുമെങ്കിൽ, ആത്മാർത്ഥതയോടെ ആരാധിക്കുമെങ്കിൽ, ആത്മാർത്ഥതയോടെ കരയുമെങ്കിൽ, ആത്മാർത്ഥതയോടെ ഉപവസിക്കുമെങ്കിൽ, അസാധാരണ ദൈവപ്രവൃത്തികൾ, ഇതുവരെ നടന്നിട്ടില്ലാത്തത്, ഇതുവരെ നമ്മുടെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ലാത്തത്, ജീവിതത്തിൽ അസാധാരണ ദൈവപ്രവൃത്തികൾ നാം മുഖാന്തരം കർത്താവ് ഈ പട്ടണത്തിൽ ചെയ്യുന്നത് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ സ്വർഗം ഇടവരുത്തുമെന്ന് ആത്മാവ് പ്രവചിച്ചു പറയുമ്പോൾ എന്നോട് ചേർന്ന് സ്തോത്രം പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? 2 കാര്യം കൂടെ അവിടെ ഊന്നി പറയാം. ലൂക്കോസിന്റെ സുവിശേഷം നടത്തി 11ാം അധ്യായം അതിന്റെ 5 മുതലുള്ള വാക്യങ്ങൾ. പിന്നെ അവൻ അവരോട് പറഞ്ഞത്, നിങ്ങളിൽ ആർക്കെങ്കിലും ഒരു സ്നേഹിതനുണ്ടെന്നിരിക്കട്ടെ. അവൻ അർദ്ധരാത്രിക്ക് അവൻ്റെ അടുക്കൽ ചെന്ന്, സ്നേഹിത, എനിക്ക് 3 അപ്പം വായ്പ തരയണം. എൻ്റെ ഒരു സ്നേഹിതൻ വഴിയാത്രയിൽ എൻ്റെ അടുക്കൽ വന്നു. അവന് വിളമ്പിക്കൊടുപ്പാൻ എൻ്റെ പക്കൽ ഏതുമില്ല എന്ന് അവനോട് പറഞ്ഞാൽ, എന്നെ പ്രയാസപ്പെടുത്തരുത്, കഥ കടച്ചിരിക്കുന്നു, പൈതങ്ങളും എന്നോടുകൂടെ കിടക്കുന്നു, എഴുന്നേറ്റ് തരുവാൻ എനിക്ക് കഴിയുകയില്ല എന്നകത്തു നിന്ന് ഉത്തരം പറഞ്ഞാലും, അവൻ സ്നേഹിതനാകൊണ്ട് എഴുന്നേറ്റ് അവന് കൊടുക്കയില്ലെങ്കിലും അവൻ ലജ്ജ കൂടാതെ മുട്ടുക നിമിത്തം എഴുന്നേറ്റ് അവന് വേണ്ടുന്നിടത്തോളം കൊടുക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എല്ലാം നിങ്ങൾക്ക് മനസ്സിലായി? എല്ലാവരും എന്നോടൊന്ന് വന്നേ. കർത്താവ് ആത്മാർത്ഥത, പ്രാർത്ഥനയുടെ ആത്മാർത്ഥത അവിടെ പറയുക. ഒരു ഉപമ പറയുക, ശ്രദ്ധിച്ച് കേട്ടോളേ. ഒരു സ്നേഹിതൻ, ആ സ്നേഹിതൻ്റെ അടുക്കൽ അർദ്ധരാത്രിക്ക് തൻ്റെ സ്നേഹിതൻ വന്നു. ഒന്നുകൂടെ പറയാം, അവിടെ 3 മനുഷ്യരെ പരിചയപ്പെടുത്തുന്നുണ്ട്. 1ാമത്തെ മനുഷ്യൻ ഒരു നല്ല സ്നേഹിതനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു സ്നേഹിതൻ അർദ്ധരാത്രിക്ക് ആ വീട്ടിൽ വന്നു. പക്ഷേ മുന്നറിയിപ്പൊന്നുമില്ലാതെ വന്നത്. അങ്ങനെ മുൻകരുതലുകളൊന്നും എടുക്കാൻ പറ്റിയില്ല. അദ്ദേഹത്തിന് കൊടുക്കാൻ ഒന്നുമില്ല. അർദ്ധരാത്രിക്കൊക്കെയാണ് നമ്മുടെ വീട്ടിൽ വരുന്നെങ്കിൽ നമ്മൾ ആഹാരം കഴിച്ചോന്നൊന്നും ചോദിക്കുകയില്ല. എല്ലാവരും എന്നോടൊന്ന് വരണേ. കാരണം ഉണ്ടെങ്കിലേ ചോദിക്കുകയുള്ളൂ, അല്ലെങ്കിൽ പിന്നെ ഭംഗി വാക്കിനൊന്നും ചോദിക്കില്ല. നമ്മളങ്ങനെ ഒഴിവാക്കാൻ, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് നല്ല സെൻസിലെടുക്കാവുള്ളേ, ഒഴിവാക്കുകയുള്ളൂ. പക്ഷേ അർദ്ധരാത്രിക്ക് സ്നേഹിതൻ ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ വരുന്നു. ഇദ്ദേഹത്തിൻ്റെ പക്കൽ ഒന്നുമില്ല, പക്ഷെ തൻ്റെ ഒരു സ്നേഹിതൻ അടുത്തുണ്ട്. ആ സ്നേഹിതൻ്റെ വീട്ടിൽ ചെന്ന് ഈ മനുഷ്യൻ വാതിൽക്കൽ മുട്ടുകയാണ്. മുട്ടുമ്പോൾ പറയുന്നത്, എനിക്ക് 3 അപ്പം വായ്പ തരണം. ഈ അർദ്ധരാത്രി സമയത്ത് ആകസ്മികമായി എൻ്റെ ഒരു സ്നേഹിതൻ എൻ്റെ വീട്ടിൽ വന്നു. അകത്തുനിന്ന് ശബ്ദം, എന്നെ ബുദ്ധിമുട്ടിക്കരുത്. എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്തിട്ടുണ്ട് വരണേ. സമയം എപ്പോഴാ? ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ദേഷ്യം വരുന്ന സമയം എപ്പോഴാ? ഒന്ന് സ്തോത്രം പറ. അർദ്ധരാത്രി എന്നല്ല, നല്ല ഉറക്കമുള്ളപ്പോഴാണ് അല്ലേ? നല്ല ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് നമ്മളെ ആരെങ്കിലും ഒന്ന് വിളിച്ച, അല്ല ഫോണൊന്ന് ബെല്ലടിച്ച അവൾ വിളിക്കാൻ കണ്ട നേരം, മനുഷ്യനായ കുറച്ച് വിവരം വേണ്ടേ? എപ്പോഴാണ് വിളിക്കുന്നതെന്നുള്ള സത്യം പറഞ്ഞു ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഈ യോഗമൊക്കെ കഴിഞ്ഞ് അർദ്ധരാത്രി ചിലപ്പോൾ വെളുപ്പിനെയൊക്കെ വീട്ടിലെത്തും, ഇവിടെ നിന്നൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ ചിലപ്പോൾ 2 മണി 3 മണിയൊക്കെ ആ വീട്ടിൽ ചെല്ലുമ്പോൾ. അപ്പം ഞാൻ വിചാരിക്കും ഇന്നൊരു 8 മണിയായിട്ട് എണീക്കുന്നുള്ളൂ. കാരണം ഉച്ചയാകുമ്പോൾ അടുത്ത മീറ്റിങ്ങിനൊക്കെ പോകേണ്ടതുകൊണ്ട് ഒരു 8 മണിയായിട്ട് എണീറ്റാൽ മതി. അന്ന് തുടങ്ങും, 6 ആവുമ്പം ബെല്ലടിക്കും. അപ്പം മനസ്സിൽ ഞാൻ സത്യം പറയും വിചാരിച്ചിട്ടുണ്ട്, ഇവർക്കൊന്നും ഒരു 8 മണി കഴിഞ്ഞ് വിളിച്ചാലുള്ള കുഴപ്പമില്ല. അപ്പം ഞാൻ പറഞ്ഞ രാശി മനസ്സിലാവുന്നുണ്ടോ? നല്ല ഉറക്കമുള്ള സമയത്ത്, നല്ല ഉറക്കത്തിൽ നിങ്ങളെ ആരെങ്കിലും ശല്യപ്പെടുത്തിയാൽ ഉണ്ടാകുന്ന അമർഷം ഒന്ന് ഓർത്തുപോയി. അർദ്ധരാത്രിയാണ്. ഇദ്ദേഹം പറയുന്നു വാതിൽ അടച്ചിരിക്കുകയാണ്. അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയാവോ? ഈ വാതിൽ എന്താ ഇപ്പം അടച്ചിട്ടിരിക്കുന്ന അറിയാവോ? ആർക്കും എപ്പോഴും കയറി വരാനുള്ള ഇടവല്ലിത്. വാതിൽ അടച്ചിരിക്കുന്നു. 2 പൈതങ്ങളും എന്നോട് ഒന്ന് സ്തോത്രം ചെയ്ത് പറഞ്ഞ് എന്നോട് കൂടെ കിടന്ന് ഉറങ്ങുകയാണ്. ഒരു ഒഴിവ് കഴിവ എന്നെ ശല്യപ്പെടുത്തി. ദൈവത്തെ ഓർത്ത് പിള്ളേരുണർന്നാൽ പിന്നെ ഉറങ്ങാൻ പാടാം. ഈ മക്കളുള്ള വീടുകളിൽ നിങ്ങൾ എങ്ങനെയാണ് കയറി ചെല്ലുന്നത്?
ചെന്ന ഉടനെ കൊളിമ്പില്ല അവർ എന്നോ ഇല്ല. എന്താ, കുഞ്ഞുങ്ങൾ ഉറങ്ങുന്ന സമയമൊക്കെ ആണെങ്കിൽ നമ്മൾ അവിടെ പോകാറില്ല. ഇനി പോയാൽ തന്നെ ഓടി ചെന്ന് ബെല്ലടിക്കാറില്ല. കാരണം ബെല്ലടിച്ചാൽ ഉടനെ പിള്ളേർ ഉണരാൻ. അതുകൊണ്ട് പതിയെ ഫോൺ വിളിക്കും, ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് അല്ലേ, വാതിലൊന്ന് തുറന്നേ. അങ്ങനെയൊക്കെ പോകാവുള്ളൂ കേട്ടോ, കൊച്ചു പിള്ളേരുടെ അടുത്ത്. ഞാനൊരു കാര്യം ഒന്നും പറയാനാണ് പറയുന്നത്. അദ്ദേഹം പറഞ്ഞു കേട്ടോ, മക്കളും എന്നോട് കൂടെ ഉറങ്ങുന്നു, കഥ കടച്ചിരിക്കുന്നു, രാത്രി അർദ്ധരാത്രി സമയമാണ്, ഒരിക്കലും എന്നെ ശല്യപ്പെടുത്തരുത്. പക്ഷെ അവിടെ നിങ്ങളൊരു പദം കണ്ടോ, അവൻ ലജ്ജ കൂടാതെ മുട്ടുക നിമിത്തം. യേശു കർത്താവ് അവിടെ എന്താ പറയുന്നേ? മുട്ടിക്കൊണ്ടേ ഇരിക്കണമെന്നാണോ? അങ്ങനെ മുട്ടിക്കൊണ്ടേ ഇരുന്നാൽ തമ്പുരാൻ ഇങ്ങനെ തന്നുകൊണ്ട് ശ്രദ്ധിക്കണേ. അവിടെ കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇവൻ ആർക്കു വേണ്ടിയായി മുട്ടുന്നേ? എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്തേ. ഇവൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയാണോ? ഇവൻ്റെ മക്കൾക്ക് വേണ്ടിയാണോ? ഇവൻ്റെ വയറ് നിറയാനാണോ മുട്ടുന്നത്? അല്ല, ഇവൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി അർദ്ധരാത്രിക്ക് ഈ അപ്പം ചോദിച്ച് മുട്ടുന്നതെങ്കിൽ, ഇവൻ്റെ മക്കൾക്ക് വേണ്ടി അപ്പം ചോദിച്ച് മുട്ടുന്നതെങ്കിൽ, ഇവന് വേണ്ടി അപ്പം ചോദിച്ച് മുട്ടുന്നതെങ്കിൽ അതിന് പ്രസക്തി ഉണ്ടായിരുന്നില്ല. എന്നാൽ ആകസ്മികമായി ആ വീട്ടിൽ വന്ന മനുഷ്യൻ, അദ്ദേഹം വിശന്നാലും വിശന്നില്ലെങ്കിലും, അദ്ദേഹത്തിൻ്റെ വയറ് നിറഞ്ഞാലും നിറഞ്ഞില്ലെങ്കിലും ഇവനൊന്നുമില്ല. പക്ഷേ അകത്ത് നിന്ന് ശല്യപ്പെടുത്തരുത്, കഥ കടച്ചിരിക്കുന്നു, മക്കൾ കിടന്നുറങ്ങുന്നു, തരാൻ നിവർത്തിയില്ലെന്ന് പറയുമ്പോഴും ലജ്ജ കൂടാതെ മുട്ടി എന്ന് പറഞ്ഞാൽ മറ്റുള്ളവനോടുള്ള ആത്മാർത്ഥത, അപരനോടുള്ള ആത്മാർത്ഥത, വീട്ടിൽ വന്നവനോടുള്ള ആത്മാർത്ഥത, തൻ്റെ ആത്മാഭിമാനം പോലും അവന് വേണ്ടി പണയം വെച്ച് ലജ്ജ കൂടാതെ മുട്ടുക നിമിത്തം അവൻ ആവശ്യത്തിന് വീട്ടുടമസ്ഥൻ കൊടുത്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? പ്രാർത്ഥനയിൽ അവൻ ആത്മാർത്ഥതയിലാണ് ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത് എന്നല്ലേ? ഇന്ന് രാത്രി സ്തോത്രം ചെയ്തു പറ, നമ്മുടെ ഇടയിലേക്ക്, ഈ സഭയെ ഉദ്ദേശിച്ചല്ല ഞാൻ പറയുന്നത്, പൊതുവെ വേർപെട്ട സമൂഹത്തെ ഒന്നടങ്കം ഇന്ന് രാത്രി മുമ്പിലേക്ക് കൊണ്ടുവന്നിട്ട് ഞാൻ പറയുന്നു, ആത്മാർത്ഥത നമ്മുടെ ഇടയിലേക്ക് മടങ്ങി വരട്ടെ. നമ്മുടെ പിതാക്കന്മാരുടെ കാലങ്ങളിൽ ആത്മാർത്ഥമായ കണ്ണുനീരും ആത്മാർത്ഥമായ പ്രാർത്ഥനയും ഉണ്ടായിരുന്നു. ആ ആത്മാർത്ഥതയിലാണ് രോഗികൾ സൗഖ്യമായതെങ്കിൽ, ഭൂതങ്ങൾ പുറത്തായതെങ്കിൽ, രക്ഷകൾ നടന്നതെങ്കിൽ, കൂട്ട സ്നാനങ്ങൾ സംഭവിച്ചതെങ്കിൽ, പണ്ടത്തെ പോലൊരു നല്ല കാലം ഞങ്ങൾക്ക് മടക്കി തരണമെന്ന് ആത്മാവിൽ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ കരമടിച്ചാധരങ്ങൾ തുറന്ന് അല്പനിമിഷം ദൈവത്തിന് സ്തോത്രം ചെയ്യാ. ഹൃദയപൂർവം ഈ ദിവസങ്ങളിൽ ഞാൻ ദൈവമുമ്പാകെ പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയാണ്, ദൈവമേ എന്നെ ആത്മാർത്ഥതയുള്ളൊരു ശുശ്രൂഷകനാക്കി മാറ്റണമേ. പ്രസംഗിക്കുന്നത് അധരം കൊണ്ടാകാതെ അത് ഹൃദയം കൊണ്ടായിരിക്കാൻ കൃപ തരണമേ. ഇന്ന് രാത്രി എത്ര പേര് ദൈവവചനത്തിന് മുമ്പിൽ സമർപ്പിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കും, കർത്താവേ ആത്മാർത്ഥതയുള്ളൊരു ദൈവ മനുഷ്യരാക്കി, ആത്മാർത്ഥതയുള്ളൊരു ദൈവഭക്തിയായി ഇന്ന് രാത്രി എന്നെ മാറ്റണമേ. ആത്മാർത്ഥതയുടെ പ്രാർത്ഥന കർത്താവേ ഞങ്ങളുടെ സഭയിൽ ഉയരട്ടെ, ഞങ്ങളുടെ കൂടാരങ്ങൾ ഉയരട്ടെ. ദേശങ്ങൾക്ക് വേണ്ടി, രക്ഷപ്പെടാനുള്ളവർക്ക് വേണ്ടി കർത്താവേ, ഞങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി, കൂട്ടുവിശ്വാസികൾക്ക് വേണ്ടി, രോഗികൾക്ക് വേണ്ടി, തകർന്നവർക്ക് വേണ്ടി ആത്മാർത്ഥമായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. ദൈവത്തോട് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്ന എത്ര പേർ ഈ രാത്രി ഇതിനകത്ത് വന്നിട്ടുണ്ട്? ഒരാളെ കൂടെ ഒന്ന് പരിചയപ്പെടുത്തി ആ ഭാഗത്തോട് ഇവിടെ പറയാം. മോശയോട് ഒരിക്കൽ ദൈവം പറഞ്ഞേ, പുറപ്പാട് 32 വായിക്കണ്ട. മോശ തീ കത്തുന്ന പർവ്വതമായ സീനായിൽ തീ പറാറുന്ന പ്രമാണം മേടിക്കാൻ ദൈവസന്നിധിയിൽ ഇരിക്കുകയാണ്. താഴെ ജനം കാളക്കുട്ടിയെ ഉണ്ടാക്കി ആരാധിക്കുകയാണ്. ദൈവം മോശയോട് പറഞ്ഞൊരു ഭാഗമുണ്ട് അവിടെ, മോശേ എന്നെ വിട്. ഒരു സ്തോത്രം എന്ന് പറഞ്ഞു, എന്നെ, ഞാൻ അവരെ ദഹിപ്പിച്ച് കളയാൻ പോവാ. എന്നെ 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 പിടിച്ചു നിർത്തിയൊരു പദം, എന്നെ വിടാൻ. എന്നെ വിടാൻ പറഞ്ഞ എൻ്റെ അർത്ഥം,
നിങ്ങളൊന്ന് സ്വോത്രം പറഞ്ഞതിനോട് എന്ന് പറഞ്ഞാൽ മോശ ആരെ പിടിച്ചു വെച്ചേക്കുക എന്ന് പറഞ്ഞാൽ കായികമായി പിടിച്ചു വെച്ചിരിക്കുന്നതല്ല. മോശ ദൈവത്തിൻ്റെ കാലെ കെട്ടിപ്പിടിച്ച് കിടക്കുക. മോശയോട് പറയാം, മോശ എന്നെ വിട്, നിന്റെ ഈ കരച്ചിൽ കണ്ടിട്ട്, നിന്റെ ഈ ആത്മാർത്ഥത കണ്ടിട്ട് എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. ഇന്ന് രാത്രി ഞാൻ സ്തോത്രം ചെയ്ത് പറയുകയാണ്, നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര്, ആത്മാർത്ഥതയുടെ കണ്ണുനീര് ഉയരട്ടെ പ്രിയരെ. ദൈവത്തിന് സ്തോത്രം. നിന്റെ കണ്ണുനീര് കണ്ടില്ലെന്ന് നടിച്ച് എനിക്ക് മുൻപോട്ട് പോകാൻ പറ്റില്ലെന്ന് ദൈവം പറയത്തക്ക നിലയിൽ ആത്മാർത്ഥത നമ്മിൽ നിന്ന് ഉളവാകട്ടെ. പക്ഷേ ആ മോശ എന്ന മഹാമനുഷ്യനോട് എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയത് ഒരു നല്ല വാഗ്ദത്തം മോശയ്ക്ക് കൊടുക്കുന്നുണ്ട്. മോശേ, ഞാൻ നിനക്കും നിന്റെ മക്കൾക്കും കനാൻ തരാം. ഒരു നല്ല ആമേൻ പറ. നിനക്കും നിന്റെ തലമുറകൾക്കും ഞാൻ ഇവരെ ദഹിപ്പിച്ചാലും എൻ്റെ വാഗ്ദത്തം ഒന്നും ഞാൻ മുടക്കുകയല്ല. നിനക്കും നിന്റെ മക്കൾക്കും തരാം. ഞാനാണെങ്കിൽ ദൈവത്തോട് പറഞ്ഞേനെ, ദൈവമേ, അങ്ങ് പരമാധികാരിയായ ദൈവം, ത്രികാലവേദിയും കാലത്രയങ്ങൾ കയ്യിലുള്ളവനുമായ ദൈവം, അങ്ങയോട് പ്രത്യുത്തരം പറയാൻ ഞാൻ ആര്? അങ്ങയുടെ തിരുവിഷ്ടം പോലെ അങ്ങ് നടക്കട്ടെ. അവർക്ക് കൊടുക്കരുതെന്നും പറഞ്ഞില്ല, എനിക്ക് തരണമെന്നും പറഞ്ഞില്ല. ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ പരിഹരിച്ചേനെ. പക്ഷെ മോശ ദൈവത്തോട് പറയാം, അവർക്കില്ലാത്തൊരു കനാനെ എനിക്കും എൻ്റെ മക്കൾക്കും വേണ്ട. അവർക്ക് കനാൻ കൊടുക്കാതിരിക്കാൻ അങ്ങയുടെ പദ്ധതിയെങ്കിൽ എൻ്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ നിന്ന് അങ്ങ് മായിച്ചു കളഞ്ഞേരെ. മോശ എന്ന ദൈവ മനുഷ്യൻ്റെ ആത്മാർത്ഥതയാണ് ഇസ്രായേൽ കനാൻ അവകാശമാക്കിയത്. ഇന്ന് രാത്രി സ്തോത്രം ചെയ്ത് പറ, കർത്താവേ, എൻ്റെ ആത്മാർത്ഥത കൊണ്ട് അനേകർ അനുഗ്രഹിക്കപ്പെട്ടിട്ട് ദൈവമേ, അത് കണ്ട് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം പറയാൻ ഒരു നല്ല മനസ്സെനിക്ക് തരണമെന്ന് ദൈവത്തോട് സ്തോത്രം ചെയ്ത് പറയുന്ന എത്ര പേര് ഈ രാത്രി ഇതിനകത്ത് വന്നിട്ടുണ്ട്? സംഖ്യാപുസ്തകം നിങ്ങൾ വീട്ടിൽ ചെന്ന് വായിക്കണേ. എനിക്ക് അത്ഭുതം തോന്നാറുണ്ട് ആ ഭാഗമൊക്കെ വായിക്കും. ഈ കനാൻ ദേശം ഒട്ടു നോക്കാനായിട്ട് ഓരോ ഗോത്രത്തിൽ നിന്ന് ഓരോരുത്തരും വിധായിച്ചല്ലോ. 12 പേര് വന്ന് തെറ്റായ വാർത്ത പറഞ്ഞൊരു പുതിയ നേതാവിനെയൊക്കെ തിരഞ്ഞെടുത്തവർ. അവിടെ വെച്ച് ദൈവം മോശയോട് വീണ്ടും പറയാം, മോശേ, ഞാനിവരെ ഈ മഹാമാരി കൊണ്ട് നശിപ്പിക്കാൻ പോവാം, സംഹരിച്ച് കളയാൻ പോവാം. ഒരു നല്ല ആമേനെന്ന് പറഞ്ഞു. അവിടെയും ഒരു വാഗ്ദത്തം കൊടുക്കുന്നുണ്ട്, കനാൻ ദേശം നിനക്കും നിൻ്റെ തലമുറയ്ക്കും ഞാൻ തരാം. ഒരു നല്ല ആമേൻ പറയണേ. പക്ഷെ അവിടെ മോശ പറഞ്ഞു, വേണ്ട ദൈവമേ, അവർക്കില്ലാത്തത് എനിക്ക് വേണ്ട ദൈവമേ, അവരെ നശിപ്പിച്ചിട്ട് എനിക്ക് വേണ്ട ദൈവമേ. ഇന്ന് എൻ്റെ സത്യം പറഞ്ഞ ഇതൊക്കെ വായിക്കുമ്പോൾ എൻ്റെ ഹൃദയം അങ്ങ് തകരുക. അവനങ്ങ് ഒതുങ്ങിയാൽ എനിക്ക് അതും കൂടെ കിട്ടിയേനെ എന്നാ എന്നെ മനസ്സിലാവുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല, ലൈവ് ഉള്ളതുകൊണ്ടാണ് ഒത്തിരി കാര്യം പറയാത്തത്. ഒരാൾ സുവിശേഷ പ്രഭാഷണ വേദിയിൽ നിന്നൊന്ന് ഒഴിഞ്ഞാൽ എനിക്ക് എന്തൊരു സന്തോഷം, എൻ്റെ ദൈവമേ. മാറണം, ഇതൊക്കെ ചിന്തകൾ മാറണം, ധാരണകൾ മാറണം, നമ്മൾ തകരണം, നമ്മൾ മനുഷ്യരാകണം. ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ തുടിപ്പ് നമ്മൾ തിരിച്ചറിയണം. കൂട്ടുശുശ്രൂഷകർ, കൂട്ടുവിശ്വാസികൾ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണ്. നമ്മുടെ ആത്മാർത്ഥത അവർക്കൊരു അനുഗ്രഹമായി മാറട്ടെ. ഇന്ന് രാത്രി അതിനുള്ള ദൈവകൃപ എനിക്ക് തരണമെന്ന് സ്തോത്രം ചെയ്ത് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കരമുയർത്തി ഒരിക്കൽ കൂടി ഈ രാത്രി ദൈവത്തിന് നന്ദി പറയാം. ഞാൻ ആ ഭാഗത്തോട് ഇവിടെ പറയാം. അപ്പം എപ്പ എങ്ങനെയുള്ള മനുഷ്യനാണ്? നിങ്ങളിൽ ഒരുവനായി ക്രിസ്തുവിൻ്റെ ദാസനായി എപ്പപ്രാസ് നിങ്ങളെ വന്ദനം ചെയ്യുന്നു. അവൻ നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു? പ്രാർത്ഥനയിൽ
എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്ത് പറഞ്ഞ് പോരാടുന്നു. അദ്ദേഹം പോരാടി പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾക്കും ലവോദിക്കയിലുള്ളവർക്കും ഹിയറപ്പുലിക്കാർക്കും വേണ്ടി അദ്ദേഹം എന്തു പ്രയാസപ്പെടുന്നു. 1200 മൈലുകൾ യാത്ര ചെയ്ത്, ഇന്നത്തെ പോലെയല്ലല്ലോ, അന്നത്തെ പായ്ക്കപ്പലുകളല്ലേ, എത്രയോ ആഴ്ചകൾ വേണം, അങ്ങനെ മാസങ്ങൾ വേണം. 1200 മൈലുകൾ താണ്ടി റോമിലെത്താൻ ഇത്രയും ക്ലേശം സഹിച്ച് ജീവനെ പോലും പണയപ്പെടുത്തി നിങ്ങൾക്ക് വേണ്ടി എൻ്റെ അടുക്കൽ അദ്ദേഹം വന്നത് നിങ്ങളോടുള്ള ആത്മാർത്ഥത കൊണ്ടല്ലേ? നിങ്ങൾക്കും ലവോദിക്കയിലുള്ളവർക്കും ഹിയറിപ്പൊലിക്കാർക്കും വേണ്ടി അദ്ദേഹം എന്തുമാത്രം പ്രയാസപ്പെടുന്നു എന്നതിന് ഞാൻ സാക്ഷിയാണ്. രാത്രിയെ പകലാക്കി ആ ദൈവ മനുഷ്യൻ കണ്ണുനീര് വാരി എറിഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഞാനതിന് സാക്ഷിയാണ്. അദ്ദേഹം ആത്മാർത്ഥതയുള്ള ഒരു ദൈവ മനുഷ്യനാണ്. ഇനി അടുത്തത് പറഞ്ഞ് അവസാനിപ്പിക്കാം. എന്തിനാ അദ്ദേഹം പ്രാർത്ഥിക്കുന്നത്? നിങ്ങൾ തികഞ്ഞവരും. ഒന്ന് സ്തോത്രം ചെയ്ത് വരണേ. നിങ്ങൾ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയവുമുള്ളവരായി തീരേണ്ടുന്നതിന് അദ്ദേഹം പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി പോരാടുകയാണ്. 2 കാര്യത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുക. ഒന്ന്, അവരാത്മീകമായി തികഞ്ഞവരായി മാറണം. 2, ദൈവഹിതം സംബന്ധിച്ചൊക്കെയും അതരം തുറന്ന് സ്തോത്രം ചെയ്ത് ദൈവത്തോട് പറ, ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയവുമുള്ളവരായി തീരേണ്ടുന്നതിന് അദ്ദേഹം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവഹിതം സംബന്ധിച്ച് പൂർണ്ണ നിശ്ചയമുള്ളവരായി മാറുക. അത് പറയാൻ ഇന്ന് രാത്രി ഞാൻ വന്നത്. 2 ചിന്തകൾ ഓടിച്ച് പറയാം. പ്രിയരെ, ദൈവഹിതത്തെ സംബന്ധിച്ച് ബോധ്യമുള്ളവർക്ക് മാത്രമേ ഒരു ജയജീവിതം ഭൂമിയിൽ നയിക്കാൻ സാധിക്കുകയുള്ളൂ. എന്നോട് ചേർന്ന് ആമേൻ പറയാൻ എത്ര പേർക്ക് തൻ്റെ ഇടമുണ്ട്? എബ്രായ ലേഖനം എടുക്കാം. എബ്രായ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 23 മുതലുള്ള വാക്യങ്ങൾ വായിച്ചോളൂ. എബ്രായ ലേഖനം 11-ാം അധ്യായം 23 മുതലുള്ള വാക്യങ്ങൾ. വിശ്വാസത്താൽ മോശയുടെ ജനനത്തിങ്കൽ ശിശു സുന്ദരനെന്ന് അമ്മയപ്പന്മാർ കണ്ടു. രാജാവിന്റെ കൽപ്പന ഭയപ്പെടാതെ അവനെ 3 മാസം ഒളിപ്പിച്ചു വെച്ചു. വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ പാപത്തിന്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു. പ്രതിഫലം നോക്കിയതുകൊണ്ട് ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് നിരസിക്കുകയും മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമെന്ന് എണ്ണുകയും ചെയ്തു. എത്ര പേർക്ക് നല്ലൊരു ആമേൻ പറയാൻ കഴിയും? ഓടിച്ചു പറയാം. വിശ്വാസത്താൽ മോശയുടെ ജനനത്തിങ്കൽ ശിശു സുന്ദരനെന്ന് കണ്ടു. നമ്മളവിടെ ശിശു സുന്ദരനെന്ന് കണ്ടു എന്ന് വായിക്കുമ്പോൾ തെറ്റിദ്ധാരണ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 7-ാം അധ്യായത്തിൽ മോശയുടെ ജനനത്തെ സംബന്ധിച്ച് സ്തേഫാനോസ് പറയുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്, അവൻ ദിവ്യ സുന്ദരൻ ആയിരുന്നു. അപ്പോൾ ഈ സുന്ദരൻ എന്ന് കണ്ടു എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്ത നല്ല കരിമീനിൻ്റെ കണ്ണും കറുകറുത്ത തലമുടിയും റോസപ്പൂവിൻ്റെ കളറും ഓമനത്വം തുളുമ്പുന്ന മുഖവും എല്ലാം കൂടെ കണ്ടിട്ട് ഈ കുഞ്ഞിനെ എങ്ങനെ കൊലയ്ക്ക് കൊടുക്കുന്നെന്ന് ഓർത്ത് അവനെ ഒളിപ്പിച്ചെന്നൊരു ചിന്ത നമ്മുടെ അകത്തുണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നതും സംരക്ഷിക്കുന്നതും അവരുടെ സൗന്ദര്യത്തിൻ്റെ ഏറ്റക്കുറച്ചിലിൻ്റെ അടിസ്ഥാനത്തിലാണോ? ഒന്ന് സ്വോത്രം ഒന്ന് പറഞ്ഞേ. അല്ല, അവർ നമ്മുടേതായതുകൊണ്ടാണ്. അങ്ങനാണെങ്കിൽ മോശയുടെ ജനനത്തിങ്കൽ ശിശു സുന്ദരനെന്ന് കണ്ടിട്ട് രാജാവിൻ്റെ കോപം ഭയപ്പെടാതെ അവനെ 3 മാസം ഒളിപ്പിച്ചു. അപ്പൻ്റെ വീട്ടിൽ പോറ്റി എന്നൊക്കെ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ശാരീരിക സൗന്ദര്യമല്ല. ഇംഗ്ലീഷ് ബൈബിൾ അല്പം കൂടെ വ്യക്തമാണ്. പ്രോപ്പർ ചൈൽഡ് എന്ന് കണ്ടെന്ന അല്ലേ? അവൻ സുന്ദരനെന്ന് കണ്ടു എന്നതിന് പ്രോപ്പർ ചൈൽഡ് എന്ന് പറഞ്ഞാൽ ശരിയായ കുഞ്ഞെന്ന് കണ്ടു. ശരിയായ കുഞ്ഞെന്ന് കണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ ശരിക്കുള്ള അർത്ഥം ഞാൻ നിങ്ങളോട് പറയാം. അമ്രാം യോക്കെബേദ് ദമ്പതികൾക്ക് മോശ ജനിക്കുന്നതിന് മുമ്പ് ദൈവം ഒരു വാഗ്ദത്തം കൊടുത്തു. 4-ാം തലമുറ ഈ ദേശത്ത് നിന്ന് പുറപ്പെട്ടു പോകുമെന്ന് അബ്രഹാമിനോട് ദൈവം വാഗ്ദത്തം പറഞ്ഞില്ലേ? ഈ തലമുറയെ പുറപ്പെടുവിക്കുന്ന ദൈവത്തിന് സ്തോത്രം.
ആ ഒരു നേതാവായിരിക്കും അടുത്ത് ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്ന കുഞ്ഞ്. അവൻ സുന്ദരൻ എന്ന് കണ്ടു എന്ന് പറഞ്ഞാൽ അവന്റെ അർത്ഥം അവന്റെ ശാരീരിക സൗന്ദര്യമല്ല, അവൻ വായ്ത്തത്ത സന്തതി എന്ന് കണ്ടിട്ട് അവർ ദൈവത്തിന്റെ വായ്ത്തത്തത്തെ വിശ്വസിച്ച് 3 മാസം അവനെ ഒളിപ്പിച്ചു വെച്ചു. ഒരു പ്രത്യേക ആശയത്തിലേക്ക് നിങ്ങളുടെ മനസ്സിൽ മുട്ടുക. അപ്പം ഈ 3 മാസം കഴിഞ്ഞപ്പോഴേ ഒരു ഞാങ്ങണ പെട്ടകം ഉണ്ടാക്കി, കീലും പശയും തേച്ച്. എല്ലാവരും എന്നോട് വരുന്നുണ്ടോ? മോശെ അതിനകത്ത് കിടത്തി നീലനദി കൊണ്ടാക്കി, ഞാങ്ങണയുടെ ഇടയിൽ കൊണ്ടുവച്ചു. എൻ്റെ ചോദ്യം, എന്തിനായി മോശെ ഞാങ്ങണപ്പെട്ടകത്തിനകത്ത് കിടത്തി നീലനദി ഞാങ്ങണയുടെ ഇടയിൽ കൊണ്ട് വെച്ചേ? ശല്യം ഒഴിവാക്കാനാണോ? ഒന്ന് സ്വോത്രം പറ. 3 മാസമായപ്പോൾ എന്തിനാ ഇങ്ങനെ ചെയ്തേ? ഞാൻ പറഞ്ഞൊരു കാര്യം പറയാം. അങ്ങനെ ചെയ്യാൻ ദൈവം അവർക്കൊരു നിയോഗം കൊടുത്തു. അത് ദൈവിക നിയോഗമാണ് എന്നതിൻ്റെ തെളിവാണ് അന്ന് തന്നെ ഫറവോൻ്റെ പുത്രിയും തോഴിമാരും അവിടെ വന്നത്. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. ദൈവഹിതത്തിന്, ദൈവിക നിയോഗത്തിന് ചുവട് വെച്ചാൽ പരാജയപ്പെടാൻ അനുവദിക്കയില്ല. അത് ദൈവത്തിൻ്റെ ഹിതമായിരുന്നു എന്ന് നിങ്ങൾക്കും മറ്റുള്ളവർക്കും ബോധ്യമാകത്തക്ക നിലയിൽ മറു സൈഡിൽ ദൈവത്തിൻ്റെ പദ്ധതി വെളിപ്പെടുമെന്ന് ഇന്ന് രാത്രി പോസ്റ്റില്ലാത്ത ദൈവം തൻ്റെ വചനത്തിൻ്റെ ആലോചന കൈമാറുന്നു. വിശ്വാസ സ്തോത്രം പറയാൻ ഈ രാത്രി എത്ര പേർക്ക് മനസ്സുണ്ട്? വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ചിലരെ ഉറപ്പിക്കുന്നു. എഴുതി വെച്ചോ കേട്ടോ. നിയോഗങ്ങളെ സംശയിക്കണ്ട. ദൈവത്തിൻ്റെ നിയോഗത്തിനനുസരിച്ച് ചലിച്ചിട്ടും പ്രതീക്ഷിക്കാത്ത പ്രതിസന്ധി വന്ന് കണ്ണിൻ്റെ മുമ്പിൽ നിന്ന് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന് നിരാശപ്പെടുന്ന ആരെങ്കിലും ഇതിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, നിയോഗങ്ങളെ സംശയിക്കണ്ട, നിയോഗത്തിൻ്റെ അകത്ത് ഉറച്ചു നിന്നോ. സർവശക്തന്റെ പ്രവൃത്തി വെളിപ്പെടുന്നത് നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണാൻ പോകുകയാണ്. എത്ര പേർക്ക് വിശ്വാസത്താൽ ഇന്ന് രാത്രി ആ വാക്കിന് ആമേൻ പറയാൻ മനസ്സുണ്ട്? പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞ വചനത്തിൻ്റെ പ്രവചന ദൂത് ഞാൻ പറയാം. എലീശ ശൂനേമിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ ഒരു ധനികയായ സഹോദരി അദ്ദേഹത്തെ വീട്ടിൽ കയറ്റി ഭക്ഷണമൊക്കെ കൊടുത്തു. പിന്നെ കൂടെ ആ വഴി പോകുമ്പോഴൊക്കെ ഒന്ന് പറ, ഏലീശ അവിടെ കയറി ഭക്ഷണം കഴിക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ശൂനേമിലെ സഹോദരി ഭർത്താവിനോട് പറഞ്ഞു, കൂടെ നമ്മുടെ വഴി പോകുന്ന ഇതേ കൊണ്ടല്ലോ ഭക്തനായൊരു ദൈവപുരുഷൻ, ഇദ്ദേഹത്തിന് താമസിക്കാനൊരു ക്രമീകരണം ചെയ്തു. അങ്ങനെ താമസിക്കാൻ ക്രമീകരണം. ഞാൻ ആ ഭാഗമൊക്കെ വായിക്കും, എൻ്റെ കണ്ണ് നനഞ്ഞു. ഈ ഒരിക്കൽ ഏലീശ ഗേഹസിയോട് ചോദിക്കുക, ഇവിടെ ഇത്ര കാര്യമായിട്ടൊക്കെ നമ്മളെ സൽക്കരിച്ചല്ലോ, ഇവർക്ക് എന്തെങ്കിലും ഒരു പ്രത്യുപകാരം ചെയ്യണ്ടേ? എന്നതാ ചെയ്യണ്ടേ? അവളെ വിളിക്കുക, അവളോട് ചോദിക്കുക, എന്നാ ചെയ്യണ്ടേ? രാജാവിനോടോ സൈന്യാധിപനോടോ നിന്നെക്കുറിച്ച് വല്ലോ ഞാൻ പറയണോ? എൻ്റെ ശുപാർശയിൽ വല്ലോ നിനക്ക് കിട്ടണം? അപ്പോൾ അവൾ പറഞ്ഞു, എനിക്കൊന്നും വേണ്ട, ഞാൻ എൻ്റെ ബന്ധുജനങ്ങളുടെ ഇടയിൽ പാർക്കുകയാണ് എന്ന് പറഞ്ഞാൽ എനിക്ക് പ്രത്യേകിച്ച് ആരുടെ സഹായമൊന്നും വേണ്ട, അത്യാവശ്യത്തിന് ആൾശേഷിയും ബന്ധുബലമൊക്കെ എനിക്ക്. അപ്പോൾ ഏലീശ ഓർത്ത് ഇനി എന്നാ ചെയ്യണ്ടേ? ഉടനെ ഗേഹസി പറയാം, അവക്ക് മക്കളില്ലല്ലോ. എനിക്ക് അത്ഭുതം തോന്നിയത്, ഏലീശായെ ഇവള് വീട്ടിൽ കയറ്റിയത് ഒരു സ്വോത്രം എന്ന് പറഞ്ഞു. നമ്മൾ ആരെയെങ്കിലൊക്കെ വീട്ടിൽ കയറ്റുന്നതിന് ഒരു ലക്ഷ്യമുണ്ട്. എല്ലാവരും എന്നോട് വരണേ അല്ലേ? ശരിയാണോ? ആ ദൈവദാസനെ ഒന്ന് വിളിച്ച് പ്രാർത്ഥിപ്പിച്ചാൽ എൻ്റെ പ്രശ്നത്തിനൊരു പരിഹാരം. അത് തെറ്റാണെന്നല്ല ഞാൻ ഈ പറയുന്നത്. പക്ഷേ ആ ശൂനേമിലെ സഹോദരിയെ നിങ്ങൾ ഓർത്തേ, അവൾ ഏലീശായെ വീട്ടിൽ കയറ്റിയതും ഭക്ഷിക്കാൻ കൊടുത്തതും പാർക്കാൻ സൗകര്യമൊരുക്കി കൊടുത്തതും എന്തെങ്കിലും നേട്ടത്തിന് വേണ്ടിയല്ല, ദൈവത്തോടും ദൈവത്തിൻ്റെ ദാസനോടുമുള്ള ആത്മാർത്ഥത കൊണ്ടും സ്നേഹം കൊണ്ടുമാണ്. എന്നോട് ചേർന്ന് ആമേൻ പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? പ്രിയപ്പെട്ടവരെ, ഈ രാത്രി എന്താ ആവർത്തിച്ചിങ്ങനെ പരിശുദ്ധാത്മാവ് പറയുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സ്വാർത്ഥതയുടെ കണികയില്ലാതെ ദൈവത്തെ ഹൃദയപൂർവ്വം സ്നേഹിക്കാൻ, കിട്ടിയാലും കിട്ടിയില്ലേലും വിടുവിക്കപ്പെട്ടാലും ഇല്ലേലും ജീവിതത്തിന്റെ ഏത് മേഖലയാണെങ്കിലും എൻ്റെ ദൈവത്തെ സ്നേഹിക്കേണ്ടതുപോലെ സ്നേഹിക്കാൻ കൃപ തരണമെന്ന് സ്തോത്രം ചെയ്ത് പറയുന്നവരുടെ കരം ഞാൻ ഒന്നുകൂടെ കാണട്ടെ. കരവും ശബ്ദവും ഉയർത്തി ദൈവത്തിന് നന്ദി പറയാ. എനിക്ക് അവിടെ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്, പക്ഷെ ഞാൻ വിടുക. ഇവള് ഇത്രയും ദിവസം അവിടെ പാർത്തിട്ട് ഇതൊരു പ്രാർത്ഥനാ വിഷയമായിട്ട് ഏലീശായോട് പറഞ്ഞില്ല. പ്രവാചകനെ എൻ്റെ കാര്യം ഒന്ന് ഓർത്തോണേ.
ഒന്ന് സ്വോത്രം പറഞ്ഞോണേ, ഒന്ന് പറഞ്ഞേ. തിരക്കാന്ന് എനിക്കറിയാം, എന്നാലും ഓർക്കുമ്പോഴൊക്കെ ഒരു വാക്കൊന്ന് പ്രാർത്ഥിച്ചോണേ. പറയരുതെന്നല്ല ഞാൻ ഈ പറഞ്ഞത്. ഏലീശ അവട്ട് ചോദിച്ചുമില്ല, അവളോട്ട് പറഞ്ഞുമില്ല. പക്ഷെ ദൈവം വിശ്വസ്തനാകട്ടോ, ദൈവം വിശ്വസ്തനാകട്ടോ. ദൈവം ആർക്കും കടക്കാരനല്ല, ദൈവം ആർക്കും ബാധ്യതയല്ല. എൻ്റെ ദൈവം വിശ്വസ്തനല്ലേ? ഇത്ര നല്ലൊരു ദൈവത്തെ സേവിക്കാൻ നമുക്ക് കിട്ടിയൊരു വലിയ ഭാഗ്യമല്ലേ പ്രിയരെ? പിശുക്കില്ലാതെ ദൈവത്തിന് സ്തോത്രം പറയാൻ ഈ രാത്രി എത്ര പേർക്ക് മനസ്സുണ്ട്? ആ വീട്ടിലൊരു മോനുണ്ടായി. ബാക്കിയെല്ലാം ഞാനങ്ങ് നിർത്തുന്നു. കുറച്ച് നാൾ കഴിഞ്ഞ് ആ ദേശത്തൊരു വലിയ ക്ഷാമം വരാൻ പോകും. അത് പറയാനാണ് ഏലീശ ഈ സഹോദരിയോട് പറഞ്ഞു, നിൻ്റെ കൊച്ചിനെയും കൂട്ടിക്കൊണ്ട് പൊക്കോ, ദേശത്തൊരു വലിയ ക്ഷാമം വരാൻ പോവുക. 7 വർഷം അവൾ ആ നാട് വിട്ടുപോയി, പെലിസ്ത്യ ദേശത്ത് പോയി പാർത്തു. 7 വർഷം കഴിഞ്ഞ് മടങ്ങി വരും. അവളായിട്ട് പോയതല്ല, ദൈവം പറഞ്ഞു വിട്ടതാണ്. ദൈവഹിതത്തിന് അവൾ പോയത്. പക്ഷെ തിരിച്ചു വന്നപ്പോഴുണ്ടല്ലോ, അവളുടെ വീടും വസ്തുവകകളും അവൾക്ക് നഷ്ടപ്പെട്ടു. എല്ലാ അവകാശങ്ങളും കൈമോശം വന്നു. ശ്രദ്ധിച്ച് കേൾക്കണേ, എടുത്തു ചാടി പോയതല്ല, ദൈവഹിതത്തിനനുസരിച്ച് ചുവട് വെച്ചതാ. വന്നപ്പോഴുണ്ടല്ലോ, ഉണ്ടായിരുന്നതും കൂടെ നഷ്ടപ്പെട്ടു. ഈ ആവലാതി അവൾ രാജാവിനോട് പറയാനെന്ന് ചെല്ലുക. ആ സമയത്ത് രാജാവിൻ്റെ അകത്തൊരു പ്രേരണ, ഏലീശായെ ദൈവം ഉപയോഗിച്ച വിധങ്ങളൊന്ന് കേൾക്കണം. ഗേഹസിയെ വിളിച്ചിട്ട് പറഞ്ഞു, നിൻ്റെ യജമാനെ ദൈവം ഉപയോഗിച്ച വിധങ്ങൾ എന്നോടൊന്ന് പറഞ്ഞ്. അവനിങ്ങനെ പറഞ്ഞു വരുമ്പോൾ ശൂനേമിൽ പോയതും അവിടെ ആ സഹോദരി സ്വീകരിച്ചതും മക്കളില്ലാതിരുന്നതും പ്രാർത്ഥിച്ച് കുഞ്ഞുണ്ടായതുമായ കാര്യം പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പം ഇവളവിടെ എത്തി. ഗേഹസ് തിരിഞ്ഞ് രാജാവിനോട് പറയും, യജമാനനേ, ഞാൻ പറഞ്ഞ സഹോദരിയും കുഞ്ഞും അവരാ. ഉടനെ ഗേഹസയോട് പറഞ്ഞു, നീ നിർത്ത്. എന്നിട്ട് അവളോട് ചോദിച്ചു, ഇനി ബാക്കി നീ പറ. ഒരു നല്ല ആമേനെന്ന് പറ, ഇനി ബാക്കി നീ പറ. അവൾ പറഞ്ഞു, യജമാനനെ, ചരിത്രം അവിടം കൊണ്ട് അവസാനിച്ചില്ല. ആ പ്രവാചകൻ 7 വർഷം മുമ്പ് എന്നോട് പറഞ്ഞു, ഈ ദേശത്തൊരു വലിയ ക്ഷാമം വരുന്നു, നീ ഇവിടം വിട്ടു പൊക്കോളാൻ. ദൈവശബ്ദം വിശ്വസിച്ച് ഞാൻ പോയതാ. 7 വർഷം കഴിഞ്ഞ് മടങ്ങി വന്നപ്പോൾ എനിക്കുള്ളതെല്ലാം അന്യാധീനപ്പെട്ടു. ഇനി സ്വന്തമെന്ന് പറയാൻ എനിക്കൊന്നുമില്ല. ഇതങ്ങയോട് പറയാനാ ഞാൻ വന്നത്. രാജാവ് ഒരു ഉദ്യോഗസ്ഥനെ നിയമിച്ചു. എന്തിനാ നിയമിച്ചത്? അവിടെ വസ്തുവകകൾ തിരിച്ചു കൊടുക്കുക മാത്രമല്ല, 7 വർഷത്തെ ആദായം സഹിതം അവളെ തിരികെ ഏൽപ്പിക്കാൻ രാജാവ് ഒരു ഉദ്യോഗസ്ഥനെ നിയമിച്ചു. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയാം, ദൈവഹിതത്തിനനുസരിച്ചാണോ, ദൈവത്തിൻ്റെ നിയോഗത്തിനനുസരിച്ചാണോ ചലിക്കുന്നത്? പരാജയം സംഭവിച്ചു എന്ന് ഒരു വേളയെങ്കിലും മാനുഷികമായി തോന്നത്തക്ക നിലയിൽ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദങ്ങൾ വേട്ടയാടിയെന്ന് വരാം. എന്നാൽ കൃപ ലഭിച്ച ദൈവമക്കൾ ഇന്ന് രാത്രി സടകുടഞ്ഞെഴുന്നേറ്റ് ആത്മാവിൽ സ്തോത്രം ചെയ്തു പറ, എൻ്റെ ദൈവത്തിൻ്റെ പദ്ധതിക്ക് ഒരഴിവുമില്ല, എൻ്റെ ദൈവത്തിന് തെറ്റുപറ്റില്ല, എൻ്റെ ദൈവമെല്ലാം നന്നായി ചെയ്യുന്ന ദൈവമാണ്. അധരങ്ങൾ തുറന്ന ദൈവത്തിന് സ്തോത്രം ചെയ്ത് ഇന്ന് രാത്രി ഒരുമിച്ച് വിളിച്ചു പറ, ദൈവമെല്ലാം നന്നായി ചെയ്യോ. എൻ്റെ ചോദ്യം, ആ സമയത്ത് രാജാവിൻ്റെ അകത്ത് അങ്ങനെ ഒരു പ്രേരണ കൊടുത്തത് ആര്? ഗേഹസിയെ കൊണ്ട് ചരിത്രം പറഞ്ഞു വരവേ, ഇവളുടെ ചരിത്രം, ഇവളുടെ മകൻ്റെ ചരിത്രം, ആ വീടിൻ്റെ ചരിത്രം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവളെ അവിടെ കൊണ്ടുവന്നതിൻ്റെ പിന്നിൽ ചലിച്ച കരം ആരുടേത്? സർവശക്തനായ ദൈവത്തിൻ്റെ കരമാണെങ്കിൽ ആ ദൈവത്തെയാണ് ഇന്ന് രാത്രി നാം സ്തോത്രം ചെയ്ത് ആരാധിക്കുന്നതെങ്കിൽ എന്തിനു നിരാശ, എന്തിനാകുലത? സ്തോത്രം ചെയ്ത ദൈവമക്കൾ ഒരുമിച്ച് ആത്മാവിൽ വിളിച്ചു പറ, ദൈവമെല്ലാം നന്നായി ചെയ്യോ. മടങ്ങി വരാതെ ദൈവത്തിൻ്റെ നിയോഗമാണ്. ഈ അപ്പനും അമ്മയും കൂടെ ഞാങ്ങണപ്പെട്ടം വെച്ചിട്ടങ്ങ് പോയേ. അയ്യോ, ഫറവോൻ്റെ പുത്രി അവിടെ എത്തി. ഈ പെട്ടകം ഫറവോൻ്റെ പുത്രിയുടെ കയ്യിലെത്തിയപ്പോഴേ അവിടെ ഒരു കുഞ്ഞു നിൽപ്പുണ്ട്. മോശയും മിരിയാമും തമ്മിൽ
5 വയസ്സിനും 7 വയസ്സിനും ഇടയ്ക്ക് ഇടവേള പ്രായമുള്ളെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. ഒന്ന് സ്വോത്രം പറയണേ. അപ്പോൾ 5ഓ 6ഓ വയസ്സ് മാത്രമേ ആർക്ക് പ്രായമുള്ളൂ? ഇല്ല, നിങ്ങൾ എന്നോട് വരുന്നില്ല. മിരിയാമിന് അവൻ എന്ത് സംഭവിക്കും എന്ന് അല്ലേ കാണേണ്ടത് അവൾ ദൂരെ നിൽക്കുക. നെഗറ്റീവായിട്ട് എടുക്കരുത്, അത് പോസിറ്റീവായിട്ട് എടുക്കണേ. കുഞ്ഞാങ്ങളൊക്കെ എന്താ ദൈവമേ, എൻ്റെ കുഞ്ഞാങ്ങളൊക്കെ എന്തോ 3 മാസം പ്രായമുള്ള കൊച്ചിനോട് 6 വയസ്സുള്ള ആ ബാലികയ്ക്ക് ഉണ്ടാകാൻ പോകുന്ന ആ കുഞ്ഞിനുണ്ടാകുന്ന സ്നേഹം എത്ര വലുതായിരിക്കും. ഈ 3 വയസ്സുള്ളവരോടൊന്നും 6 വയസ്സുകാർക്ക് അസൂയയില്ല. ഈ സമപ്രായക്കാരോടൊക്കെയുള്ള അസൂയേ ഉള്ളൂ അല്ലേ? എന്നോട് വരുന്നുണ്ടോ നിങ്ങളെല്ലാവരും? 3 വയസ്സല്ല കുഞ്ഞിന് എന്തൊരു സ്നേഹം. അപ്പോൾ ഇവളെ ആ ഭാവമൊക്കെ വായിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ തുള്ളിച്ചാടി ദൈവത്തിന് സ്തോത്രം പറയാൻ തോന്നുന്നു. ഈ 6 വയസ്സുള്ള പെൺകുട്ടി വന്ന് ഈ ഫറവോൻ്റെ പുത്രോട് ചോദിക്കുക, ഇവനെ വളർത്താൻ ഞാനൊരു അമ്മയെ കൊണ്ടുവരട്ടെ. നേരത്തെ ആരോ പറഞ്ഞു പഠിപ്പിച്ചതുപോലെ, അങ്ങനെ ആരും പറഞ്ഞു പഠിപ്പിച്ചതൊന്നുമല്ല. പക്ഷേ ആ സമയത്ത് അവളെ അവസരോചിതമായി അവിടെ ഉപയോഗിച്ചത് സർവശക്തനായ ദൈവമാണ്. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയാം, ആരെയും എവിടെ എപ്പോൾ വേണമെങ്കിലും എനിക്കും നിങ്ങൾക്കും വേണ്ടി പ്രയോജനപ്പെടുത്താൻ എൻ്റെ ദൈവത്തിന് കഴിയും. ഈ രാത്രി എഴുതി വെച്ചോ, എന്നെ സഹായിക്കുന്നവരോട് കൂടെ യഹോവ എൻ്റെ പക്ഷത്തുണ്ടെന്ന് സ്തോത്രം ചെയ്ത് പറയത്തക്ക നിലയിൽ നിനക്ക് അനുകൂലമായി നീ ചിന്തിക്കാത്ത മേഖലയിൽ നിന്ന് ചില ഇടപെടലുകൾ സംഭവിക്കുമെന്ന് പോഷ്ടില്ലാത്ത ദൈവം ഇന്ന് രാത്രി വചനത്തിന്റെ പ്രവചന ദൂത് ഇതിനകത്ത് കൈമാറുന്നു. വിശ്വാസത്താൽ ആമേൻ പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? സ്വോത്രം 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 സ്വോത്രം. അങ്ങനെ ഒരു ആശയം പറയാനാ, പെറ്റമ്മയെ തന്നെ പോറ്റമ്മയായി മോശയ്ക്ക് കിട്ടി. രക്തം ചെയ്യും ദൈവത്തിൻ്റെ വഴികൾ എത്ര ഉന്നതം. എന്തിനാ ഈ പെറ്റമ്മയെ തന്നെ പോറ്റമ്മയായി കൊടുത്ത്? അത് പറയാൻ വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ അല്ലേ, പാപത്തിൻ്റെ തൽക്കാല ഭോഗത്തേക്കാൾ. എല്ലാവരും എൻ്റെ കൂടെ വരണേ. 3 മാസം ഉള്ളപ്പോൾ ആരുടെ കയ്യിലെത്തുന്നേ? ഫറവോൻ്റെ പുത്രിയുടെ. അപ്പോൾ ഫറവോൻ്റെ പുത്രിയുടെ കൊട്ടാരത്തിൽ അങ്ങ് വളരുകയായിരുന്നെങ്കിൽ മോശ ലോകത്തിലെ ഏറ്റവും വലിയ ദുരന്തമായി മാറിയേനെ. പക്ഷെ പെറ്റമ്മയെ തന്നെ ദൈവം പോറ്റമ്മയായിട്ട് കൊടുത്തത് എന്തിനാണെന്നറിയാം? ഈ കുഞ്ഞ് വളർന്നു വരുമ്പോൾ അമ്മ പറയുക, എൻ്റെ പൊന്നും മോനെ, ഫറവോൻ്റെ അതികഠിനമായ കൽപ്പനയാണ്, ഒരൊറ്റ ഇസ്രായേലി ആൺകുഞ്ഞും ജീവിച്ചിരിക്കാൻ പാടില്ല, കൊന്നു കളയണമെന്ന് കൽപ്പനയുള്ളപ്പോൾ 1000 ഇസ്രായേലിയ കുഞ്ഞുങ്ങൾ കൊന്നൊടുക്കപ്പെട്ടപ്പോൾ, നീലനദിയിലെ മുതലകൾ വിഴുങ്ങിയപ്പോൾ, ഭയങ്കരവും അതിശയകരവുമായി നിന്റെ തലമുടി നാരിന് പോലും ഒരു കേടും വരാതെ നിന്റെ ജീവനെ കൊള്ള പോലെ തന്ന് നിന്നെ അത്ഭുതകരമായി രക്ഷിച്ച് നിന്നെ വളർത്തത്തക്ക നിലയിൽ എൻ്റെ ദൈവം വീണ്ടും നിന്നെ എൻ്റെ കയ്യിൽ തന്നത് എന്തിനാണെന്നറിയാമോ? കുഞ്ഞേ, ഈ പ്രതിസന്ധികളുടെ നടുവിൽ നിനക്കൊരു കേടും വരാതെ ദൈവം നിന്നെ ശേഷിപ്പിച്ചത്, നീ ജനിക്കുന്നതിനു മുമ്പേ നിന്നെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ഇവിടെ നമുക്ക് സ്ഥിരവാസമുള്ള ഇടമല്ല. നമ്മുടെ പിതാമഹനായ അബ്രഹാമിനോട് ദൈവം പറഞ്ഞിട്ടുണ്ട്, നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് 400 വർഷം പാർക്കുമെന്നും 4ാമത്തെ തലമുറ അവിടെ നിന്നും മടങ്ങി വരുമെന്നും നമ്മുടെ പിതാക്കന്മാരോട് ദൈവം അരുളി ചെയ്ത വാഗ്ദത്ത സമയം തികയുകയാണ്. നമുക്ക് ഇവിടെ നിന്നൊരു പുറപ്പാടുണ്ട്. ആ പുറപ്പാടിന് നേതൃത്വം കൊടുക്കാൻ ദൈവം നിന്നെയാണ് കണ്ടിരിക്കുന്നത്. അതരങ്ങൾ തുറന്നു സ്തോത്രം പറയാൻ ഈ രാത്രി എത്ര പേർക്ക് മനസ്സുണ്ട്? ഒരാശയൊന്ന് പറയാനാണ്. വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ പാപത്തിൻ്റെ തൽക്കാല ഭോഗത്തേക്കാൾ എങ്ങനെ വേണേലും ജീവിക്കാം, ചോദിക്കാനും പറയാനും നിയന്ത്രിക്കാനും ആരുമില്ലാത്ത സ്വാതന്ത്ര്യത്തിൻ്റെ ചിറകിൽ എങ്ങനെയും പറക്കാൻ അവകാശമുള്ള കൊട്ടാരത്തിൽ ദൈവത്തെ ഭയപ്പെട്ടും
പാപത്തെ ജയിച്ചും മോശ ഭക്തനായി ജീവിച്ചു. എന്താ ജീവിക്കാൻ കാരണം? അടുത്ത ഫറവോനായി മാറുകയായിരുന്നില്ല മോശയുടെ അകത്തെ ചിന്ത. മോശയെക്കുറിച്ച് വായിക്കുന്നത്, താൻ മുഖാന്തരം ഇസ്രായേലിന് ദൈവം വിടുതൽ കൊടുക്കുമെന്ന് അദ്ദേഹം വിചാരിച്ചു. എന്താ അങ്ങനെ വിചാരിക്കാൻ കാരണം? അത് സ്വയം അദ്ദേഹത്തിൽ ഉണ്ടായതല്ല, അമ്മ അവന് കൈമാറിക്കൊടുത്ത ദർശനമാണ്. മോശ ആ ഫറവോന്റെ കൊട്ടാരത്തിനകത്ത് ജയാളിയായി ജീവിക്കാൻ കാരണം തന്നെ കുറിച്ചുള്ള ദൈവ പദ്ധതിയെ കുറിച്ചുള്ള പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നത് കൊണ്ടാണ്. എന്നോട് ചേർന്ന് ആധാരം തുറന്ന് ആമേൻ പറയാൻ ചങ്കൂറ്റമുള്ള ദൈവമക്കളുടെ കരം ഇന്ന് രാത്രി ഞാൻ ഒന്നുകൂടെ കാണട്ടെ. ആ കരവ് ശബ്ദമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ദൈവഗീതം സംബന്ധിച്ചൊക്കെ രക്തം ജയം, രക്തം ജയം. ലക്ഷ്യമില്ലാതെ ജീവിക്കരുത്. മോശയുടെ ജീവിതത്തിനൊരു ലക്ഷ്യമുണ്ട്. എങ്ങനെയും ജീവിക്കേണ്ടവനല്ല ഞാൻ. എനിക്ക് ജീവൻ ദൈവം തന്നതിൻ്റെ പിന്നിൽ, എന്നെ ദൈവം രക്ഷിച്ചതിൻ്റെ പിന്നിൽ, ഭയങ്കരവും അതിശയകരവുമായി എന്നെ വിടുവിച്ചതിൻ്റെ പിന്നിൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ഇന്ന് രാത്രി ഉപവാസ പ്രാർത്ഥനയുടെ 12ാമത്തെ രാത്രി സ്തോത്രം ചെയ്ത് ദൈവത്തോട് പറ, കർത്താവേ, എനിക്ക് ജീവൻ തന്നതിൻ്റെ പിന്നിൽ, എന്നെ രക്ഷിച്ചതിൻ്റെ പിന്നിൽ, എന്നെ അവിടെ ആക്കിയതിൻ്റെ പിന്നിൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതി നിവർത്തിക്കാൻ കൃപ തരണമേ. ആ പദ്ധതി എന്നിലൂടെ നിവർത്തിക്കണമേ. അധരം തുറന്ന് സ്തോത്രം ചെയ്ത് ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്? പരിശുദ്ധാത്മാവ് ചിലരോട് ഇന്ന് രാത്രി വിളിച്ചു പറയുന്നു, ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. എന്തോ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചോണം. ദൈവം ആക്കിയ സ്ഥാനത്ത് ദൈവത്തിന് എന്നിലൂടെ തൻ്റെ നാമത്തിനായി നിവർത്തിക്കാനുള്ളത് ചെയ്തെടുക്കണമെന്ന് സ്തോത്രം ചെയ്ത് ഇന്ന് രാത്രി മുതൽ പ്രാർത്ഥിച്ചുകൊള്ളുക. അസാധാരണ ദൈവപ്രവൃത്തി വെളിപ്പെടുത്താൻ എൻ്റെ ദൈവത്തിന് പദ്ധതിയുണ്ടെന്ന് ഈ രാത്രി പരിശുദ്ധാത്മാവ് അതിശക്തമായി ചിലരോട് ദൈവാലോചന കൈമാറുന്നു. പരിശുദ്ധാത്മാവിനോട് പറഞ്ഞൊരു ദൂത് ഞാൻ പറയാം. ദൈവം ഉദ്ദേശങ്ങളില്ലാതെ ഒന്നും ചെയ്യല. നല്ല ആമേനെന്ന് പറ. എന്തോ ദൈവാത്മാവിൻ്റെ മനസ്സിൽ തരിക. ഏലിയാവിൻ്റെ കാലത്ത് നരാധമനായ ആഹാബ് ദൈവത്തിൻ്റെ പ്രവാചകന്മാരെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുക. എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്ത് വരണേ. അപ്പോൾ ആഹാബിൻ്റെ കൊട്ടാരത്തിൽ ഒരു മനുഷ്യനുണ്ട്, അദ്ദേഹത്തിൻ്റെ പേര് ഓബദ്ന്യാവെന്ന്. എല്ലാവരും ഇവിടെ വരണേ. ആഹാബ് ഒരിക്കലും ഓബദ്ന്യാവിനോട് പറഞ്ഞു, വെള്ളമില്ല, വരണ്ടുണങ്ങി കിടക്കുകയാണ് ഭൂമി, നമ്മുടെ കഴുതകൾക്കെങ്കിലും അല്പം വെള്ളം കിട്ടുമെന്ന് നോക്കാം, നമുക്ക് സ്ഥലം അന്വേഷിച്ച് പോകാം. ഇടയ്ക്ക് വെച്ച് പറഞ്ഞു, നീ അങ്ങോട്ട് പോയി, ഞാൻ ഇങ്ങോട്ട് പോകാം. അങ്ങനെ പോകുമ്പോഴാണ് ഏലിയാവിന് ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായി, നീ ചെന്ന് ആഹാബിന് നിന്നെ തന്നെ കാണിക്കും, ഞാൻ ഭൂമി മഴ പെയ്യിപ്പിക്കാൻ പോകുന്നു അവനോട് പറ. ഏലിയാവ് അത് പറയാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഓബദ്ന്യാവിനെ കണ്ടു. ഓബദ്ന്യാവിനോട് പറഞ്ഞു, നീ ചെന്ന് ആഹാബിനോട് പറ, നിൻ്റെ യജമാനോട് പറ, എന്നെ കണ്ടെന്ന് പറ. ഉടനെ ഈ ഓബദ്ന്യാവ് പറയും, എൻ്റെ പൊന്ന് യജമാനെ, എന്നെ കൊലയ്ക്ക് കൊടുക്കല്ലേ. എൻ്റെ അർത്ഥം എന്നറിയാം, കഴിഞ്ഞ വർഷങ്ങളായിട്ട് അങ്ങേ ആഹാബ് അന്വേഷിക്കാത്ത ഇടങ്ങില്ല. ഈ രാജ്യത്ത് മുഴുവൻ അരിച്ചു പെറുക്കി, അയൽ രാജ്യങ്ങളിലും അന്വേഷിച്ചു, അവിടെങ്ങും കണ്ടെത്തിയില്ല. ആ രാജാക്കന്മാരെ കൊണ്ട് സത്യം ചെയ്യിപ്പിച്ചു, അങ്ങേ കണ്ടെത്തിയില്ലെന്നു. ഇനി അഥവാ കിട്ടിയാൽ ഇങ്ങോട്ട് ഏൽപ്പിക്കാവുന്നു. അപ്പോൾ ഓബദ്ന്യാവിനൊരു കാര്യം മനസ്സിലായി, ആളുണ്ട്. ഒരു ആമേനൊന്ന് പറ. ആളുണ്ട്. പക്ഷെ രാജാവിനും അദ്ദേഹത്തിൻ്റെ രഹസ്യാന്വേഷണ വിഭാഗത്തിനും അങ്ങനെ കിട്ടാത്തത് മനുഷ്യൻ ഒളിപ്പിച്ചത് കൊണ്ടല്ല, സർവശക്തൻ ഒളിപ്പിച്ചത് കൊണ്ടാണ്. ഇന്ന് രാത്രി ഞാൻ പകല് പറഞ്ഞത് ആവർത്തിച്ച് ഒന്നുകൂടെ പറയുക, ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു പദ്ധതി ഉണ്ടെങ്കിൽ
ആ പദ്ധതി മണ്ണിൽ നിവർത്തിക്കപ്പെടാനുണ്ടെങ്കിൽ ആരെല്ലാം എന്തെല്ലാം പദ്ധതികൾ തയ്യാറാക്കിയാലും ആരെല്ലാം തട്ടിട്ട് തുള്ളിയാലും നിന്റെ ഒരു തലമുടി നാരിന് പോലും കേടുവരാൻ എൻ്റെ ദൈവം അനുവദിക്കയില്ല. വിശ്വാസത്താൽ സ്തോത്രം പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? ഈ രാത്രി പരിശുദ്ധാത്മാവ് ചിലരോട് പ്രവചിച്ചു പറയുന്നു, നിനക്കെതിരെയുള്ള ഒരായുധങ്ങളും ഒരജണ്ടകളും ഒരു പദ്ധതികളും നടപ്പിലാകാൻ പോകുന്നില്ല. സർവശക്തന്റെ ഇടപെടൽ ഉണ്ടെന്ന് ഈ രാത്രി ആത്മാവ് സംസാരിക്കുന്നു. സ്വോത്രം 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 സ്വോത്രം. ഈ തിരിച്ചറിവുള്ള ഓബദ്യാവ് പറഞ്ഞു, എൻ്റെ യജമാനെ, ഞാൻ ചെന്ന് ആഹാബിനോട് പറയും, ഓബദ്യാവിനെ കണ്ട് ഇന്ന സ്ഥലത്താണ് കണ്ടു. അവൻ വന്ന് നോക്കുമ്പോൾ അങ്ങേ കാണുകയില്ല. കാരണം യഹോവയുടെ ആത്മാവ് അങ്ങേ എങ്ങോട്ടെങ്കിലും എടുത്തുകൊണ്ട് പോകും. അപ്പം ഞാൻ പറഞ്ഞത് കള്ളമെന്ന് വരും, എൻ്റെ തല വെട്ടും, അതുകൊണ്ട് എന്നെ കൊലയ്ക്ക് കൊടുക്കില്ല. എന്നിട്ട് പറയുന്നൊരു ഭാഗമൊക്കെ എന്നെ വളരെ ത്രസിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ബാല്യം മുതൽ യഹോവ ഭക്തന. ഒരു നല്ല ആമേനെന്ന് പറഞ്ഞു. ബാല്യം മുതൽ ഞാൻ യഹോവ ഭക്തന. ആഹാബിൻ്റെ കൊട്ടാരത്തിലെ ഉദ്യോഗം, പക്ഷേ ഭക്തിക്കൊരു കേടും വന്നിട്ടില്ല. എല്ലാവരും ഒന്ന് സ്തോത്രം പറഞ്ഞേ. എന്ന് പറഞ്ഞാൽ ഓബദ്യാവിനെ അവിടെ ആക്കാൻ കൊള്ളാമെന്ന് ഓബദ്യാവിനെ കുറിച്ചൊരു ബോധ്യം ദൈവത്തിനുണ്ടായിരുന്നു. ഇന്ന് രാത്രി എൻ്റെ സഹോദരി സഹോദരന്മാരെ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവം നിങ്ങളെ ആക്കിയ സ്ഥാനത്ത് ദൈവത്തിന് നമ്മുടെ മേലൊരു വിശ്വാസമുണ്ട്, നമ്മുടെ മേൽ ദൈവത്തിനൊരു ബോധ്യമുണ്ട്. എൻ്റെ ദൈവമേ, അങ്ങനെ എന്നെ വിശ്വസിച്ചതുകൊണ്ട്, എന്നെ ബോധ്യപ്പെട്ടതുകൊണ്ട് അങ്ങേക്ക് സ്തോത്രമെന്ന് പറയാൻ, അങ്ങയുടെ ഹിതത്തിനായി എന്നെ ഏൽപ്പിച്ചു തരുന്നു എന്ന് പറയാൻ അതരം തുറന്ന് ആമേൻ പറയുന്ന എത്ര പേര് ഈ രാത്രി ഇവിടെയുണ്ട്? ചിലരോടുള്ള ദൈവ ശബ്ദം ഇന്ന് രാത്രി ആത്മാവ് കൈമാറുകയാണ്. ഓ, ബാല്യം മുതൽ ഞാൻ യഹോവ ഭക്തനാണ്. ഇനി അടുത്ത് കേട്ടോ. ഇസബേലേ, യഹോവയുടെ പ്രവാചകന്മാരെ ഒന്നിനു പുറകെ മറ്റൊന്നായി കൊന്നു തള്ളുമ്പോൾ എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം ഞാൻ പറയാം. ആഹാബിനും ഇസബേലിനും അവരുടെ ഒരു കള്ളപ്രവാചകർക്കും ഒരു പൈശാചിക ദുർമന്ത്രവാദങ്ങൾക്കും ആഹാബിൻ്റെ കൊട്ടാരത്തിൽ അവന് മൂക്കിന് താഴെ സത്യദൈവത്തെ സേവിക്കുന്ന ഒരു ഓബദ്യാവ് ഉണ്ടായിട്ടും അവൾക്കത് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അവളുടെ കള്ളപ്രവാചകന്മാർക്കത് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അവിടെ കൊടികുത്തി വാണ പൈശാചിക മണ്ഡലങ്ങൾക്ക് അത് പിടികിട്ടിയില്ല. ഇന്ന് രാത്രി ഞാൻ സ്തോത്രം ചെയ്ത് കഴിഞ്ഞ പകലത്തെ ദൂത് ആവർത്തിച്ച് പറയുന്നു, ഒരു ദുഷ്ടശക്തികൾക്കും നിന്നെ പിടികിട്ടാത്ത നിലയിൽ തൻ്റെ സംരക്ഷണ വലയത്തിനകത്ത് നിന്നെ കൊണ്ടു നടക്കുന്നൊരു സർവശക്തനായ ദൈവമുണ്ട്. അതരം തുറന്ന കരമടിച്ച് ഇന്ന് രാത്രി ദൈവമക്കൾ ദൈവത്തിന് സ്തോത്രം ചെയ്യ്. ആ ദൈവിക പദ്ധതികൾക്കായി, ആ ദൈവിക കാര്യപരിപാടികൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവിനോട് പറയുന്നു, പരിശുദ്ധാത്മാവിനോട് പറയുന്നു, ധൈര്യമായി നിന്നു, ധൈര്യമായി നിന്നു, തൻ്റെ ഇടത്തോടെ നിന്നു, നിയോഗത്തോടെ നിന്നു, ദൈവമാക്കിയെടുത്ത് നിന്നു. എന്തെല്ലാം എതിർപ്പുണ്ടായാലും, എന്തെല്ലാം പോരാട്ടങ്ങൾ ഉണ്ടായാലും, എന്തെല്ലാം കുതന്ത്രങ്ങൾ മെനഞ്ഞാലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പൗലോസിനോട് കൊരിന്തിൽ കർത്താവ് പറഞ്ഞതുപോലെ, നീ ഭയപ്പെടാതെ പ്രസംഗിക്കേ. ഈ പട്ടണത്തിൽ എനിക്ക് ധാരാളം ജനമുണ്ട്, ആരും നിന്നെ കയ്യേറ്റം ചെയ്യുകയോ ഒരു ദോഷം വരുത്തുകയോ ഇല്ല. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ചിലരോട് ശക്തമായി പറയുന്നു, ഉറച്ചു നിൽക്ക്, തൻ്റെ ഇടത്തോടെ നിൽക്കേ. ഒരു ദോഷവും ചെയ്യില്ല, വരില്ല, ദൈവം അനുവദിക്കില്ല. അതരം തുറന്ന് വിശ്വാസത്താൽ ആമേൻ പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? അദ്ദേഹം പറയുകയാണ്, ഓബദ്യാവ് പറയുകയാണ്, ഇസബേലും ആഹാബും അവളുടെ കിങ്കരന്മാരും കൂടി യഹോവയുടെ പ്രവാചകന്മാരെ കൊന്നൊടുക്കുമ്പോൾ, ഒരു നല്ല ആമേൻ പറയണേ, ഞാൻ 50 വെച്ച്. ഏലിയാവ് ഒരിക്കൽ ദൈവത്തോട് പറഞ്ഞു, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. ഏലിയാവിനോട് ദൈവം പറഞ്ഞു, നീ ഒറ്റയ്ക്കൊന്നുമല്ല, നീ ഒറ്റയ്ക്ക് ഉള്ളതാ നിന്റെ വിചാരം. പക്ഷെ 7000 പേരെ ബാലിനെ ചുംബിക്കാത്ത, അവൻ്റെ മുമ്പിൽ മുട്ടുകുത്താത്ത
ദൈവത്തിന് സ്തോത്രം. 7000 പേരെ ഞാൻ എനിക്കായി ശേഷിപ്പിച്ചിട്ടുണ്ട്. എനിക്കൊരു ശേഷിപ്പുണ്ട്. ആറായിരത്തി 900 എങ്ങനെയാ പോഷിപ്പിച്ചെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒന്ന് സ്തോത്രം പറയണേ. അട്ടല്ലൊരു 100 എണ്ണത്തെ ഒരു നല്ല ആമയം പറ. 2 ഗുഹയ്ക്കകത്ത് ഞാൻ 50 വെച്ച് 100 പേർക്ക് അപ്പവും വെള്ളവും കൊടുത്തോണ്ട്. എവിടുന്നാ കൊടുത്ത്? എങ്ങനാ കൊടുത്ത്? ഒന്ന് സ്തോത്രം പറഞ്ഞേ. 100 പേരെ 50 വെച്ച് ഗുഹയ്ക്കകത്ത് ഒളിപ്പിച്ച് അവർക്ക് ആഹാരം കൊടുക്കാൻ ദൈവം ഏലിയാവിനെ ഉപയോഗിച്ചു. എവിടെ ഉപയോഗിച്ചു? ആഹാബിൻ്റെ കൊട്ടാരത്തിനകത്ത് ഉപയോഗിച്ചു. ശത്രുവിൻ്റെ പാളയത്തിൽ തന്നെ അവന് തിരിച്ചടി കൊടുത്തുകൊണ്ട് ദൈവം ഭക്തനായ ഓബദ്യാവിനെ ആക്കിയെങ്കിൽ ഇന്ന് രാത്രി ഞാൻ സ്തോത്രം ചെയ്തു പറയാം. ദൈവമാക്കിയ സ്ഥാനത്ത് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ദൈവമാക്കിയിടത്ത് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ഉദ്ദേശങ്ങളില്ലാതെ പദ്ധതികളില്ലാതെ എൻ്റെ ദൈവം ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ, ഒരിടത്തും നമ്മെ ആക്കുന്നില്ലെങ്കിൽ ഇന്ന് രാത്രി നിറകണ്ണുകളോടെ സ്തോത്രം ചെയ്ത് ദൈവത്തോട് പറ, ദൈവമേ അങ്ങയുടെ ഹിതം, അങ്ങയുടെ പദ്ധതി ഞങ്ങളിലൂടെ നിവർത്തിക്കണമേ. ഒറ്റ കാര്യം പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാൻ പോവുകയാണ്. ദൈവഹിതം ചെയ്യാൻ എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്തതിനോട് വരണേ. ദൈവഹിതം ചെയ്യാൻ ഒറ്റ ആയുസ്സേ ഭൂമിയിലുള്ളൂ. നമുക്ക് എങ്ങനെയും ജീവിതം തീർക്കാം. പക്ഷേ ജീവിതം തന്ന ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്, ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതി നിവർത്തിച്ചു പോണോ അതോ നമ്മുടെ അജണ്ടകൾ പൂർത്തീകരിച്ചു പോകണോ? ഈ ജീവിതം നമ്മുടെ അജണ്ടകൾ തികയ്ക്കാനുള്ള ബദ്ധപ്പാടാകരുത്. ദൈവഹിതം നിവർത്തിക്കാനുള്ള സമർപ്പണമാകണം. എത്ര പേര് ഇന്ന് രാത്രി സ്തോത്രം ചെയ്ത് ദൈവത്തോട് പറയും, കർത്താവേ അങ്ങയുടെ ഹിതം ചെയ്യാൻ എൻ്റെ കൊച്ചു ജീവിതം കൊണ്ട് അങ്ങയ്ക്ക് എന്താണോ പദ്ധതി അതെന്നിലൂടെ നിവർത്തിച്ചെടുക്കേണ്ടുന്നതിന് ഇന്ന് രാത്രി ഞാൻ എന്നെ തന്നെ അങ്ങയുടെ കരങ്ങളിൽ വിധേയപ്പെടുത്തി തരുന്നു. ഒറ്റ ആയുസ്സേ എനിക്കുള്ളൂ. ഈ ആയുസ് അങ്ങയുടെ ഹിതം എന്നിലൂടെ നിവർത്തിച്ചെടുക്കണമെന്ന് സ്തോത്രം ചെയ്ത് പറയാൻ മനസ്സുള്ളവർ ദൈവസന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരായിരിക്കുക. ഈ രാത്രി പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിച്ചു. ഇന്ന് രാത്രി ദൈവിക ശബ്ദം നമ്മൾ കേട്ടു. പരിശുദ്ധാത്മാവ് വചനത്തിൻ്റെ വിവേചന ദൂതുകൾ നമുക്ക് തന്നു. ഇന്ന് രാത്രി ആ വചനത്തിന് മുമ്പിൽ സമർപ്പിക്കാൻ മനസ്സുള്ള എത്ര പേര് ഇതിനകത്ത് കടന്നു വന്നിട്ടുണ്ട്? ആ ദൈവമക്കൾ അല്പനിമിഷം അധരങ്ങൾ തുറന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. പ്രിയപ്പെട്ടവരെ, നമ്മെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെന്നേ, ദൈവത്തിനൊരു പ്ലാൻ ഉണ്ടെന്നേ. ദൈവം അത് ചെയ്തെടുക്കും, ദൈവം അത് നിവർത്തിക്കും. എൻ്റെ ദൈവം വിശ്വസ്തനാ. ഇന്ന് രാത്രി ഞാൻ പരിശുദ്ധാത്മാവിൽ ഇങ്ങനെയൊരു ദൂത് വിളിച്ചു പറയുകയാണ്. പൗലോസേ, യാത്ര ചെയ്യുന്ന കപ്പൽ തകർന്നാലും, ഹല്ലേലൂയ, നീന്തൽ അറിയില്ലെങ്കിലും, നടുക്കടലാണെങ്കിലും, നിന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതികൾ ഇനിയും അവശേഷിക്കുന്നെങ്കിൽ, നീന്തൽ അറിയില്ലെങ്കിലും നടുക്കടലാണെങ്കിലും, നിനക്ക് അക്കരയെത്താൻ ഒരു പലക കഷണമെങ്കിലും നിന്റെ അടുക്കൽ കൊണ്ടുതരാൻ എൻ്റെ ദൈവം വിശ്വസ്തനാണ്. കൃപ ലഭിച്ച ദൈവമക്കൾ ഇന്ന് രാത്രി സ്തോത്രം ചെയ്തു പറ, ഈ പ്രതിസന്ധിക്ക് എന്നെ തകർക്കാൻ കഴിയില്ല. എന്നെക്കുറിച്ചുള്ള എൻ്റെ ദൈവത്തിൻ്റെ പദ്ധതികൾ അവശേഷിക്കും. ആ പദ്ധതികൾ എന്നിലൂടെ നിവർത്തിക്കാൻ എൻ്റെ ദൈവം വിശ്വസ്തനാണ്. ആ ബോധ്യമുള്ള ദൈവമക്കൾ അധരങ്ങൾ തുറന്ന് അന്യഭാഷ പറഞ്ഞ് കരമടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യുമളവിൽ